ഔ അശദ്ദു ഖസ്വാ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമേറിയ എന്തെങ്കിലും പദാർത്ഥങ്ങളെപ്പോലെയോ കട്ടികൂടി എല്ലാ സ്നേഹവും വറ്റിവരണ്ടു ഉണങ്ങി ഇരിക്കുകയാണ്. ആ ഹൃദയത്തിലേക്ക് നന്മയുടെ, സന്തോഷത്തിന്റെ, മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന്റെ, ആർദ്രതയുടെ ഒരുപാട് നല്ല സ്വഭാവങ്ങളെ നമുക്ക് തിരിച്ച് കയറ്റേണ്ടതുണ്ട്. അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരുപാട് ദുശ്ചിന്തകളെയും ദുശ്ശീലങ്ങളെയും വേരോടെ പിഴുതെറിയേണ്ടതുണ്ട്. ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മനുഷ്യനിൽ എല്ലാ ദിവസത്തിലും ഉണ്ടാകണമെന്ന് അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തീരുമാനിക്കുന്നത് അവന്റെ മനോഭാവമാണ്. ആ മനോഭാവത്തിനനുസരിച്ചായിരിക്കും അവന്റെ പെരുമാറ്റം രൂപപ്പെടുന്നത്. ഉദാഹരണത്തിന് നമുക്ക് നല്ല വെറുപ്പുള്ള, കടുത്ത വിദ്വേഷമുള്ള ഒരാളെ നേർക്കുനേരെ കാണേണ്ടി വന്നാൽ അവിടെ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് പിന്നെ രൂപപ്പെടുക? മനസ്സിൽ അയാളോട് കടുത്ത വെറുപ്പുണ്ട്, അയാളൊന്ന് കണ്ടുകിട്ടാൻ കാത്തു നിൽക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നില്ലേ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അവനോടുള്ള വെറുപ്പ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അയാളെ കാണുമ്പോൾ ആദ്യം എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ മുഖത്ത് ഒരു വലിയ കാർമേഘം ഇങ്ങോട്ട് ഇരുണ്ടുകൂടും. ആ കാർമേഘം നമുക്ക് വെറുപ്പിന്റെ എല്ലാ മാനസികാവസ്ഥയും പുറത്തേക്ക് കൊണ്ടുവന്ന് മുഖത്ത് നമ്മളത് പ്രദർശിപ്പിക്കും. അതുകൊണ്ട് മാത്രം നമുക്ക് ആ ഈർഷ്യത അവസാനിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലോ രണ്ടാമതായി നമ്മുടെ ചുണ്ടുകളൊന്ന് കോടും. കൊഞ്ഞനം കാട്ടാനെങ്കിലും തോന്നുന്നു നമുക്ക്. ആദ്യം മുഖത്തിങ്ങനെ ദൂരദേശത്തോട് വന്നിട്ട് പിന്നെ സഹിക്കാൻ കഴിയുന്നില്ല, അവിടെ നിൽക്കുന്നില്ലെങ്കിൽ ചുണ്ടു കൂട്ടിയിട്ട് അയാൾ നമ്മൾ കൊഞ്ഞനം കാട്ടും. അവിടെയും ഇത് പിടിച്ചു നിർത്താൻ കഴിയാത്ത വെറുപ്പുണ്ടെങ്കിലോ നമ്മുടെ നാവ് ഇടപെടും. എന്തെങ്കിലും ഒരു 4 തെറി അയാളെ പറയും നമ്മുടെ നാവ്. അതുകൊണ്ടും നമ്മളെ ദേഷ്യം ഒതുങ്ങുന്നില്ലെങ്കിൽ പിന്നെ കയ്യും കാലും രംഗത്തിറങ്ങും. 2 ചവിട്ടോ 2 തല്ലോ കൊടുത്ത് ഒരുപാട് തിന്മകൾ ആ വെറുപ്പ് കാരണമായി നമ്മളിൽ നിന്നുണ്ടാകുന്നു. ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതും പ്രവർത്തനത്തെ ചീത്തയാക്കുന്നതും നന്നാക്കുന്നതുമൊക്കെ അവന്റെ മനോഭാവമാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി നേരെ മറിച്ച് നമുക്കൊരു മനുഷ്യനോട് നല്ല സ്നേഹമുണ്ട്. വന്യരായ ഖമറുൽ ഉലമ എ.പി. ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉസ്താദ് അവരുകൾ നമ്മളെ സദസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ അടയാളം എല്ലാവരെയും മുഖത്ത് കാണാം. ഒരു 14-ാം രാവ് ഉദിച്ചതുപോലെ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തിലാണ് ഉസ്താദിനെ നോക്കുക. കാരണം ഹൃദയത്തിലുള്ള മനോഭാവം അതാണ്. ഇനിയോ നമ്മൾ ആരെങ്കിലും ചുണ്ട് കോട്ടാനാണോ ശ്രമിക്കുക? അല്ല, പുഞ്ചിരിക്കുകയാണ്. കാരണം ഒരു മനുഷ്യന് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ദാനം അത് സ്നേഹമുള്ള ഒരാളെ കാണുമ്പോൾ വശ്യമായ ഒരു ചിരിയാണ്, അല്ലാതെ ഒരു കൊഞ്ഞനമല്ല രൂപപ്പെടുക. ഇനി നമുക്ക് ആ സ്നേഹം അവിടെയും അണപൊട്ടി ഒഴുകുകയാണ്. പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ കരം കവരാനും സലാം പറയാനും വിശേഷങ്ങൾ ചോദിക്കാനുമാണ് പോകുന്നത്, ചീത്ത വിളിക്കാനല്ല. അവിടെയും തീരാതെ വരുമ്പോൾ ഒരു ചായ എന്റെ കുടിക്കോ, എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ, ഇങ്ങനെ ചോദിച്ച് നമ്മൾ സ്നേഹപ്രകടനത്തിന്റെ സാധ്യമായ വഴികളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇത് ഒരു മനുഷ്യന്റെ മനോഭാവം എന്താണോ അതാണ് അവന്റെ പ്രവർത്തനങ്ങളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും എന്നതിന്റെ നമുക്കൊക്കെ അനുഭവമുള്ളൊരു ഉദാഹരണം മാത്രമാണ്. ഇതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു. ആ അവയവം നന്നായാൽ അതിന്റെ ഉടമ മുഴുവനും നന്നായിത്തീരും. ആ അവയവം കേടുവന്നാലോ ആ മനുഷ്യൻ മുഴുവൻ കേടുവന്നു പോകും. അലാ വഹുവൽ ഖൽബ്, അറിയുക അതാണ് മനുഷ്യന്റെ ഹൃദയം. ആ ഹൃദയത്തെ പാകപ്പെടുത്തി നന്നാക്കി നമുക്ക് മരിക്കാൻ കഴിഞ്ഞെങ്കിൽ അല്ലാതെ സ്വർഗത്തിലേക്ക് അല്ലാഹു നമ്മളെ തിരിച്ചെടുക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും,
അള്ളാഹു നിങ്ങളെ ആരുടെയും ശരീരത്തിന്റെ ആകാരത്തിലേക്കോ അതിന്റെ വണ്ണ വലിപ്പ ആരോഗ്യത്തിലേക്കോ അല്ല ശ്രദ്ധിക്കുന്നത്. വലാ ഇലാ സുവരിക്കും, നിങ്ങളെ ചേലും കോലവും എന്താണെന്നല്ല അള്ളാഹ് നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹുവിന്റെ നോട്ടം നിങ്ങളെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയം എപ്പോഴും നല്ല ഈമാൻ കൊണ്ട് തിളങ്ങുന്ന, കുഫ്രിയത്തിന്റെ അടയാളങ്ങളില്ലാത്ത, ബിദ്അത്തിന്റെ കറപുരളാത്ത, മറ്റൊരു വ്യക്തിയോടും വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, അഹങ്കാരമില്ലാത്ത നല്ല മനസ്സായി മാറണം. ലാ യൻഫഉ മാലുൻ വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുവകകൾ, നിങ്ങളുടെ അനുയായികൾ, സന്താനങ്ങൾ, നിങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ, ഇതൊന്നും നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഫലപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നേരത്തെ പറഞ്ഞ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും മുക്തമായ ഹൃദയത്തോടുകൂടെ വരുന്നവനല്ലാതെ ആ മനസ്സിന്റെ ശുദ്ധിയാണ് സ്വർഗത്തിലേക്ക് യോഗ്യത നേടുന്നതിന്റെ ഒന്നാമത്തെ നിബന്ധനയായി ഇസ്ലാം മതം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നും ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ് മനുഷ്യന്റെ ഹൃദയം. ആ ഹൃദയത്തെ ശുചീകരിക്കാൻ ദൈനംദിനം ഇസ്ലാമിൽ കർമ്മപരിപാടികൾ. ഒരു വാഹനം പോലെയാണ് മനുഷ്യന്റെ ശരീരം. നമ്മൾ ഓട്ടിക്കൊണ്ട് നടക്കുന്ന വാഹനങ്ങൾ എല്ലാ ദിവസവും നമ്മൾ കഴുകാറുണ്ട്. അതുപോലെ എല്ലാ ദിവസവും നമ്മളെ ഹൃദയവും ശരീരവും ഒക്കെ കഴുകണം. രണ്ടും നന്നാവാം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്തഹിരീൻ. പാപക്കറയില്ലാത്ത പാശ്ചാത്താപ ബോധമുള്ള മനസ്സിന്റെ ഉടമകളെയും ശരീരവും ധരിച്ച വസ്ത്രവും ഉപയോഗിക്കുന്ന വസ്തുക്കളും ജീവിക്കുന്ന പരിസരവും വൃത്തിയുള്ളവരെയുമാണ് അള്ളാഹു സ്നേഹിക്കുന്നത്. ഇത് രണ്ടും സാധിച്ചെടുക്കുന്ന കർമ്മങ്ങളാണ് ഇസ്ലാമിന്റെ എല്ലാ പുണ്യകർമ്മങ്ങളും. ഈ ദിവസവും വാഹനം കഴുകുന്നത് പോലെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് 5 നേരത്തെ നിസ്കാരത്തിലൂടെ മനുഷ്യനെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിക്കുന്നത്. ആദ്യം ശരീരം വൃത്തിയാക്കണം, അല്ലാതെ നിസ്കാരം സ്വഹിയാവില്ല. നിസ്കാരത്തിലൂടെ മനസ്സും ശുദ്ധമാകണം. ഇതൊരു വാഹനം കഴുകുന്നത് പോലെ എന്നുമുള്ള ശുചീകരണ പ്രവർത്തനമാണെങ്കിൽ വാഹനങ്ങൾക്ക് പ്രത്യേകമായ ഒരു കാലാവധി എത്തുമ്പോൾ, ഒരു നിശ്ചിത കാലത്തഞ്ച് സാധാരണ കഴുകലും തുടക്കലുമല്ല. ആവശ്യമായ ഒഴിച്ചിട്ട് വേണ്ടി വന്നാൽ എഞ്ചിൻ വർക്കുകൾ നടത്തി ഉള്ളും പുറവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സർവീസ് നടത്തുന്നത് പോലെ 11 മാസങ്ങൾ പിന്നിടുമ്പോൾ മനുഷ്യ ശരീരത്തിന് ഒരു സർവീസിന് കയറ്റേണ്ടതുണ്ട്. അതിനാണ് അള്ളാഹു വിശുദ്ധ റമളാൻ എന്നൊരു മാസത്തെ സംവിധാനിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരുടെയും ശരീരവും ഉള്ളും പുറവും ഹൃദയം മുതൽ ആമാശയം വരെയുള്ള സർവ ആന്തരികാവയവങ്ങളെയും ശുചീകരിച്ചുകൊണ്ട് മനസ്സ് നന്നാക്കി കൊണ്ട് മനുഷ്യനെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്ന പരിശീലന കളരി, അതാണ് വിശുദ്ധ റമളാൻ. ഈ റമളാൻ നമുക്ക് എല്ലാ അർത്ഥത്തിലും സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിശീലന കളരിയോ അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റ് റാലിയോ ആണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അല്ലാഹു തആല ഈ ദിവസത്തെ മാസത്തെ നമ്മളിലേക്ക് എത്തിച്ചത്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, വിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ രാത്രി വന്നാൽ സുഫിദത്തി ശയാത്തീൻ, മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവായ അഥവാ ശത്രുത പരസ്യപ്പെടുത്തിയ ശത്രുവായ പിശാച് ലഅനത്തുല്ലാഹി അലൈഹി, ആ ഇബ്ലീസിനെയും അനുയായികളെയും അല്ലാഹു ചങ്ങലക്കിടുകയാണ്. എന്തിനാണ് ചങ്ങലക്കിട്ട് വെക്കുന്നത്? നമ്മൾക്ക് നന്നാവാനുള്ള അനുകൂല സാഹചര്യം. സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പം അറിയപ്പെട്ട ക്രിമിനലുകളെ ജയിലിൽ പിടിച്ചടക്കാറുണ്ട്. കാരണം എന്താ, ഒരു പ്രത്യേക സന്ദർഭം വരുമ്പം ഇവരെന്തെങ്കിലുമൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കി നാടിന്റെ സ്വാസ്ഥ്യം കെടുത്തുമോ എന്ന് ഭയന്ന് അത്തരക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ സത്യവിശ്വാസികളുടെ സ്വർഗപ്രവേശത്തിന് വിഘാതമാകുന്ന വല്ല പ്രവർത്തനവും പിശാചുക്കളുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ ആദ്യം അവരെയൊക്കെ ഒന്ന് പിടിച്ചുകെട്ടുകയാണ്. കൂടെ വ മറദത്തുൽ ജിന്നി, ജിന്നുകളെ കൂട്ടത്തുനിന്ന് മോട്ടുകാക്കുന്ന സൈസുണ്ട്.
അവരെയും പിടിച്ച് ജയിലിലിടുകയാണ്. വഉല്ലിഖത്ത് അബ്വാബുൻ നാരി ഫലം യുഫ്തഹ മിൻഹാ ബാബ്. നരകത്തിന്റെ മുഴുവൻ വാതിലുകളും കൊട്ടിയടക്കപ്പെടുകയാണ്. റമളാൻ അവസാനിക്കുന്നത് വരെ ഒരു വാതിൽ പോലും പിന്നെ തുറക്കുന്നില്ല. ഇതെന്തിന്റെ സൂചനയാണ്? ഇത് നരകത്തിൽ കിടക്കേണ്ട കാലമല്ല, സ്വർഗത്തിലേക്ക് പോകേണ്ട സമയമാണ്. അതൊന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വഫുതിഹത് അബ്വാബുൽ ജന്നത്തി ഫലം യുഗ്ലഖ് മിൻഹാ ബാബ്. സ്വർഗത്തിന്റെ 8 വാതിലുകളും മലക്ക് തുറന്നു വെക്കുന്നു. റമളാനിന്റെ രാത്രിയിലോ പകലിലോ ഒരു സമയത്ത് പോലും അവിടെ വാതിലടക്കപ്പെടുന്നില്ല. ഇത് സ്വർഗത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് എപ്പോഴും കയറി വരാനുള്ള അവസരം. ഈ അർത്ഥം വെച്ചുകൊണ്ടാണ് റമളാനിന്റെ രാപ്പകൽ വ്യത്യാസമില്ലാതെ വാതിലുകൾ തുറന്നു വെക്കുന്നത്. അങ്ങനെയതാ യുനാദി മുനാദ്. അല്ലാഹു ഭൂമിയിൽ ആത്മീയമായ അനൗൺസ് ചെയ്യാൻ ഒരു വിഭാഗം മലക്കുകളെ വെച്ചിരിക്കുകയാണ്. അവരെല്ലായിടത്തും നടന്നിങ്ങനെ വിളിച്ചു പറയുന്നു. എന്താ പറയുന്നത്? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. ഓ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ, മുന്നോട്ട് വാ. ഈ വിളി നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. എങ്ങനെ കേൾക്കുന്നത്? നമ്മൾ വിചാരിച്ച മാതിരി നമ്മൾ അനൗൺസ് ചെയ്യുന്ന ശബ്ദത്തിലല്ലേ ഇത് കേൾക്കാം. ഇന്നലെ കുല്ലി ഇൻസാനിൻ ലിമ്മത്ത് മലക്കിൻ ലിമ്മത്ത് ശൈത്താൻ. മനുഷ്യന്റെ ഹൃദയം മാറ്റിവെച്ച് അല്ലാഹുവിന്റെ പള്ളിയിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത്. ഇത് മാലാഖമാരെ സന്ദേശമാണ്. ഒപ്പം അവർ വിളിക്കുന്നു, യാ ബാഇയശ്ശർരി അഖ്സിർ. തിന്മ ചെയ്യുന്ന മനുഷ്യ, നീ അതൊന്ന് അവസാനിപ്പിക്കണം. ഈ പ്രഖ്യാപനവും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതാ മുത്തുനബി പറയുന്നു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ. ഈ മാസമായി കഴിഞ്ഞാൽ അല്ലാഹുവിന് നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന അനേക ലക്ഷം ജനങ്ങളുണ്ട്. വദാലിക കുല്ല ലൈല. എല്ലാ രാത്രിയിലുമാണ് അല്ലാഹു നരകത്തിൽ നിന്ന് ആളുകളെ വിമോചിപ്പിച്ച് സ്വർഗാവകാശികളുടെ ലിസ്റ്റിലേക്ക് പകർത്തി എഴുതുന്നത്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു പരിശീലന കളരി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിധത്തിൽ ഇവിടെ നടത്തുമ്പോൾ അതിന്റെ ഓരോ പ്രവർത്തനവും പരിശോധിച്ചാൽ പ്രധാനമായും അത് നമ്മുടെ ഹൃദയം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളെ സ്വർഗത്തിലേക്ക് പാകപ്പെടുത്താനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. റമളാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്താണ്? നോമ്പാണ്. നമുക്കറിയാം പല പരിപാടിയുണ്ടോ. റമളാനിൽ നോമ്പ് മാത്രമല്ല, നോമ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഈ നോമ്പിലൂടെ എന്താണ് നമുക്ക് അല്ലാഹു തആല ഉദ്ദേശിച്ചത്? നമ്മളെ ഖൽബിനെ നന്നാക്കുകയാണ്. എങ്ങനെ നന്നാക്കണം? നേരത്തെ നാം പറഞ്ഞ വിധത്തിൽ നമ്മളെ ഹൃദയത്തിലേക്ക് നമുക്ക് ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിച്ചതോ ആയ ഒരുപാട് തിന്മകൾ കയറിക്കൂടിയിട്ടുണ്ട്. പല വാളിന്റെ സദസ്സിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നാറുണ്ട്, ഇനി ആ ചെയ്തു വരുന്ന തെറ്റൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം, ഇനി ഒന്ന് നന്നാവണം, ഇനി ഒന്ന് കൃത്യമായി നിസ്കരിക്കണം. ഇങ്ങനൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ അത് ആ തോന്നൽ കുറച്ച് സമയം ഉണ്ടാവും. പിന്നെ നമ്മൾ പഴയ ജീവിതാവസ്ഥയിലേക്ക് തന്നെ മാറുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു പുതിയ മാറ്റം, ആ മാറ്റമാവട്ടെ സ്ഥിരതയോടുകൂടെ ഉള്ളതാകണം. അതിന് എന്ത് വേണം? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അൽ കബീർ തന്റെ കിതാബുൽ അദ്കിയയിൽ രേഖപ്പെടുത്തിയ ഒരു പദ്ധതിയുണ്ട്. വതരീഖത്തുൻ അഖദും ബിഅഹ്വതൽ വറ വഅസീമത്തുൻ കരിയാവത്തിൻ മുതബത്തിലാ. മനുഷ്യന് നന്നായി തീരാനുള്ള ത്വരീഖത്ത് മാർഗം എന്താണ്? ഒന്നാമതായി അഖദും ബിഅഹ്വത, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെ പരമാവധി സൂക്ഷ്മതയോടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ്. 2 ചാർട്ട് ഇസ്ലാം മതം നമുക്ക് തന്ന്, ഹറാം ഹലാൽ. അതിലേക്ക് നമ്മൾ നോക്കാൻ പറ്റിയത് പറ്റാത്തത്, തിന്നാൻ പറ്റിയത് തിന്നാൻ പറ്റുന്നത്, പറയാൻ പാടില്ലാത്തത് പറയേണ്ടത്, ഇങ്ങനെ 2 സൈസ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്.
നമ്മളെ കണ്ണും കാതും നാവും കയ്യും കാലുമൊക്കെ ഉപയോഗിച്ചാണ് ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതിൽ സൂക്ഷ്മത പുലർത്തി ഹറാമിന്റെ പരിസരത്തേക്ക് പോകാതെ നന്മയിലേക്ക് കണ്ണും കാതും നാവും നമ്മളെ അവയവങ്ങളും തിരിച്ചു പിടിച്ചാൽ ഹൃദയത്തിലേക്ക് തിന്മകളുടെ പ്രവാഹം തടുത്തു നിർത്താൻ അതാണ് ഒന്നാമത്തെ വഴി. തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വൃത്തിയാവില്ല. ഒരു ഭാഗത്തു നിന്ന് ചളിവെള്ളം ഇങ്ങനെ വരിക, ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ തുടക്കുക. എങ്ങനെയാണ് വൃത്തിയാകുക? ആദ്യം അങ്ങോട്ടുള്ള ആ കേടുവെള്ളത്തിന്റെ പ്രവാഹം തടയണം. ഇതിനു വേണ്ടിയാണ് ശരീഅത്തിന്റെ നിയമങ്ങളെ നമ്മൾ ആദ്യം സൂക്ഷ്മതയോടെ ജീവിതത്തിൽ പകർത്തുക. ഇനി രണ്ടാമതായി എന്ത് വേണം? ഇപ്പം നമ്മളെ ഹൃദയത്തെ ഒരുപാട് തിന്മകൾ സ്വാധീനിച്ചു. ഒരു തെറ്റ് കുറെ അങ്ങോട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് തെറ്റാണ് നമുക്ക് തോന്നാത്ത അവസ്ഥ വരും. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. ചെറുപ്പകാലത്ത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തെറ്റായി തോന്നിയ സംഗതി ഒന്നും ഇപ്പൊ തെറ്റല്ല. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ മാവൂരിൽ നിന്ന് എളമരത്തേക്ക് തോണി കടക്കുമ്പോൾ, അന്ന് തോണിയാണ്, ആ തോണി കടക്കുന്ന സമയത്ത് വൈകുന്നേരം 5:30 മണിന്റെ ഒരു ട്രിപ്പുണ്ട്. അതിൽ അന്നത്തെ പള്ളി കുരിശിൽ പോകുന്ന 12, 13 ഒക്കെ വയസ്സുള്ള ഞങ്ങൾക്ക് കയറാൻ പേടിയായിരുന്നു ആ ട്രിപ്പിൽ. എന്താ കാരണം? മാവൂരിലെ സിനിമാ തിയേറ്ററിൽ നിന്ന് അത് കണ്ട് ആളുകൾ കയറി തിരിച്ചു പോകുന്ന തോണി അതാണ്. അപ്പൊ ആ തോണിയിൽ എന്നെയും കണ്ടാൽ അപ്പുറത്ത് വാപ്പയോ പള്ളിയിലെ ഉസ്താദോ നാട്ടിലെ കാരണന്മാരോ ഉണ്ടാവും. ഇവനും സിനിമ കണ്ടു വരികയാണോ എന്ന് തെറ്റിദ്ധരിക്കുമോ എന്ന് പേടിച്ചിട്ട് കുട്ടികളായ ഞങ്ങൾ അന്ന് ആ തോണിയിൽ കയറാതില്ലായിരുന്നു. ഇന്നിപ്പോ ഇതൊരു തെറ്റാന്ന് പറഞ്ഞ നമുക്കാർക്കും നമ്മൾ എല്ലാവരും പുറയിലും തിയേറ്ററല്ലേ. അതുകൊണ്ട് ആർക്കും ഇതൊരു തിന്മയാണെന്ന് തോന്നൂല. അത് മനുഷ്യന്റെ മനസ്സിനെ അങ്ങനെ സ്വാധീനിച്ചു. ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത വിധത്തിൽ മനസ്സിൽ കുടികയറിയിരിക്കുന്നത് എന്തിനു വേണമെങ്കിലും ഉറച്ച നിലപാടും തീരുമാനമുണ്ടെങ്കിൽ മാറ്റാൻ കഴിയും. ഇതാണ് റമളാൻ നമുക്ക് നൽകുന്ന സന്ദേശം. അതാണ് റമളാന്റെ നോമ്പിന് ആകെ 2 ഫർള് അല്ല വെച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ ഫർള് എന്താ? നിയ്യത്ത്. രണ്ടാമത്തെ ഫർള് നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ള. ആ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ നിയ്യത്തു അൽ ഖസ്ദുൽ മുഖ്തരിനു ബിൽ ഫിഅൽ. ഒരു കാര്യം ചെയ്യുന്നതിനോടനുബന്ധിച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഒരാള് പുഴയിലേക്ക് എണ്ണ തേച്ച് തോർക്കമുണ്ടും തോളിലിട്ട് പോയി, പിന്നെന്തിനാ ഓനൊരു നെയ്യത്ത് വെക്കണമെന്നാ ചില ആൾക്കാർ ചോദിക്കും. അള്ളാഹ്ക്കറിയില്ല അവൻ കുളിക്കാൻ പോകണമെന്ന്. അത് പറയുന്ന നെയ്യത്ത് എന്ന് പറയും. ഒരു കാര്യം ചെയ്യുന്നതിനോടനുബന്ധിച്ച് ഒരു സമയം വെച്ചിട്ടുണ്ട് മാത്രം, ആ സമയത്ത് വെക്കണം. അപ്പോൾ ആ നെയ്യത്താണ്. പള്ളിയിലേക്ക് പോവാണ്, നിസ്കരിക്കാൻ പോവാണ്, അള്ളാഹ്ക്കറിയില്ല. പിന്നെ ഇവർ വന്നിട്ടൊരു ഉസല്ലി ഫർളുഹുരി എന്തിനാണ്? മുഖ്തദീങ്ങളെ ചോദ്യമാണ്. അത് നെയ്യത്തല്ല. നെയ്യത്താവണമെങ്കിൽ എന്ത് വേണം? അതിന് വെച്ചൊരു സമയമുണ്ട്. ആ സമയം നോമ്പിന് കുറച്ച് വിശാലമായ സമയമുണ്ട്. നബിസുല്ലാസങ്ങൾ പറഞ്ഞത് മല്ലം യുബയ്യിത്തി സിയാമ ഫലാ സിയാമ ലഹ്. ആരെങ്കിലും രാത്രിയിൽ നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ അവന് പകലിൽ നോമ്പില്ല. ഇത് ഫർള് നോമ്പുകൾക്ക് മാത്രം ബാധകമാകുന്നു. ഫർള് നോമ്പ് പറഞ്ഞാൽ റമളാനിലെ നോമ്പ്, നേർച്ചയാക്കിയ നോമ്പ്, കഫാറത്തിന്റെ നോമ്പ്, ഇതൊക്കെ ഫർള് നോമ്പാണ്. അങ്ങനെയുള്ള നോമ്പുകളുടെ നിയ്യത്ത് രാത്രി തന്നെ വെക്കണം. രാത്രി എന്ന് പറഞ്ഞാൽ മഗ്രിബ് മുതൽക്ക് സുബഹി വരെയുള്ള വിശാലമായൊരു സമയം. അതിന്റെ ഇടയിലായി ഫർള് നോമ്പിന്റെ നിയ്യത്ത് വെക്കണം. സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ച, വ്യാഴാഴ്ച, ആശുറ, താസുവ, മിഅ്റാജ് ഇങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകളാണെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ളുഹറിന്റെ മുമ്പ് നിയ്യത്ത് കരുതിയാലും മതി. സുബൈക്കേച്ച് വളർത്തും തിന്നു പിന്നെ നിയ്യത്ത് ളുഹറിനും ബാക്കിയെ പറ്റൂല. നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്യാതെ ളുഹറിന്റെ മുമ്പ് നിയ്യത്ത് കരുതിയാൽ മതി. സുന്നത്തായ നോമ്പുകൾ. ആ നിയ്യത്തിന്റെ താല്പര്യം എന്താ? നമ്മൾ ഇതുവരെ ശീലിച്ച ദൈനംദിന ജീവിത രീതി പോലും, ഭക്ഷണം പോലും വേണമെങ്കിൽ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ഹൃദയത്തിന്റെ കടുത്തൊരു തീരുമാനമാണ് നിയ്യത്ത്. നവൈതു സൗമുഹദിൻ അൻ അദായി ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഇതാണല്ലോ നിയ്യത്തിന്റെ പൂർണ്ണ രീതി. ഏറ്റവും അനിവാര്യമായ ഘടകം റമളാനിലെ നോമ്പ് ഞാൻ എടുക്കുന്നു. നാളത്തെ ഒന്നും വേണ്ട, എന്ന് കരുതിയാൽ നാളത്തെ തന്നെ വരിക. അപ്പൊ റമളാനിലെ നോമ്പ് ഞാൻ എടുക്കുന്നു എന്ന കരുത്തിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നാവ് കൊണ്ട് പറയൽ അത് സുന്നത്ത് മാത്രമാണ്. ചില ആളുകൾ പറയുമ്പോൾ അത് വിദഗ്ധല്ല.
കാരണം അതൊരു മനഃശാസ്ത്രമാണ്. നമ്മളെ മനസ്സിനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നാവ് കൊണ്ട് നമ്മൾ പറയൽ. അപ്പൊ ആ നിയ്യത്ത് നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ അത് കരുത്തിന് കൂടുതൽ കരുത്തു പകരുന്നു എന്നതുകൊണ്ട് അത് പറയൽ സുന്നത്താണെന്നാണ് ആ ഇമ്മത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ അതിന്റെ അർത്ഥം എന്തായി? നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ശീലമാക്കിയ എല്ലാ ശീലവും ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്നാണ് ഈ നിയ്യത്ത് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളൊക്കെ പലരും രാവിലെ എഴുന്നേറ്റാൽ ആദ്യമായി ഒരു ഗ്ലാസ് ചുടുവെള്ളം കൊണ്ട് ജീവിതം തുടങ്ങുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ. അതുകൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ട്. കാരണം എന്താ? ടോയ്ലറ്റിലേക്ക് പോയാൽ പ്രതികരണം ഉണ്ടാവില്ല, വെറും ബഹളം മാത്രമേ ഉണ്ടാവൂ. എന്തെങ്കിലും അർത്ഥവത്തായി ഇത് സംഭവിക്കണമെങ്കിൽ ഈ ചുടുവെള്ളം അങ്ങോട്ട് ചെല്ലാം. വേറെ ചിലർക്ക് അതിന് പകരം കട്ടൻ ചായയാണ് വേണ്ടത്. ചില ആളുകൾക്ക് വയറ്റിലേക്കൊന്നും വേണ്ട, കയ്യിലൊരു ചൂട്ടുണ്ടായിരുന്നു അതിങ്ങനെ പുകഞ്ഞു നിന്നാൽ ബാക്കിയുള്ളവർക്ക് അങ്ങനെ പോകും. മറ്റു ചിലർക്കോ വായിൽ എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടിരുന്നാൽ മതി, എന്നാലും താഴെ സംഗതി. ഇത് ശീലമാണ്. അതിന് മുമ്പായി വയറു നിറയെ നാസ്ത കിട്ടിയില്ലെങ്കിൽ കച്ചവടക്കാർക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റും. ഭാരമുള്ള പണിയൊന്നുമല്ല, ഇങ്ങനെ വരുന്നവർക്ക് ഊതിന്റെ അപ്പുറം അത് എടുത്തു കൊടുക്കാനേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് 8 മണിക്ക് വള്ളച്ച് തിന്നിട്ടില്ലെങ്കിൽ റമദാൻ അല്ലാത്ത മാസത്തിൽ തലകറങ്ങും. വേറെ ചിലർക്ക് ഒരു 11 മണിയാകുമ്പോഴേക്ക് കുറച്ച് കുറേരിന്റെ കഞ്ഞും കായക്കറിയും കുടിക്കേണ്ട ശീലമുള്ള ആളുകൾ. ഉച്ചയൂണെങ്ങാനും 2 മണിന്റെ അപ്പുറത്തേക്ക് പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അസർ നിസ്കരിച്ചു പോയെങ്കിൽ കട്ടൻ ചായ നിർബന്ധം, നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിസ്കാരം കഴിഞ്ഞ ആ സമയത്ത് എന്താവണം? ഒരു വരാം, അല്ലെങ്കിൽ ഒരു തലകറക്കോ ഒരു തലവേദനയൊക്കെ അനുഭവപ്പെടും. ഇതൊക്കെ ചീത്തയായ കാര്യങ്ങളെന്നല്ല, നമ്മൾ ശീലമാക്കിയ എന്തും അത് എന്നും നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതാണ്. പക്ഷേ ഹൃദയം തീരുമാനിക്കാണ് വേണ്ട, എന്നാൽ മാറ്റാൻ കഴിയാത്ത ഒരു സ്വഭാവമില്ല. ഇതാണ് നോമ്പ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ നവൈത്തു സോമോഹദിൻ എന്ന നീയത്ത് വെച്ചതാണ്. ഇന്ന് രാവിലെ ആരും ചുടുവെള്ളം കുടിക്കാതൊക്കെ നടത്തിയില്ല സംഗതി. വീടി വലിക്കാതെ ഇത്രയും നേരം നിന്നില്ലേ? ഉച്ചയൂണിന്റെ സമയമായിട്ട് ആർക്കെങ്കിലും വല്ല ആഗ്രഹമുണ്ടോ? കാരണം എന്താ? ഇതാ സ്വലഹൽ ജസദു ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു. ആ ഹൃദയം നന്നായാൽ ശരീരമൊക്കെ നന്നാവും. ഹൃദയം തീരുമാനിച്ചാൽ എല്ലാവരും അനുസരിക്കും. മനസ്സിൽ നിന്നാണ് മാറ്റം. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, അസീമ, ഉറച്ച തീരുമാനമെടുക്കുക. തീരുമാനമെടുത്താൽ മാത്രം പോരാ, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനവും വേണം. പരിശീലനം ഉണ്ടായാൽ നമുക്ക് മാറ്റം ഉണ്ടാവും. ഒരു ദിവസം കൊണ്ട് ഒരു തീരുമാനം എടുത്തിട്ട് മാറാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആ നോമ്പ് ഒരു ദിവസമോ ഒരാഴ്ചയോ ഒക്കാതെ ഒരു മാസത്തെ പരിശീലനമാക്കിയത്. അല്ലെങ്കിൽ പണ്ട് സിഗരറ്റ് നിർത്തിയ ആളെ മാതിരുണ്ടാവും. ജനുവരി 1 ഒരാള് കൊള്ളി മുറിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഇത് മുറി കൂടുന്നത് വരെ സിഗരറ്റ് വലിക്കൂല. അയാൾ പിന്നെ തുടങ്ങിയെന്നാരുങ്ങൾ ജനുവരി 2 കാരണം എന്താ? ആ തീരുമാനത്തിന് പരിശീലനം കിട്ടിയിട്ടില്ല. റമളാനിൽ അതും പറ്റിയ മാസമാണ് നമുക്ക്. ഇപ്പൊ നോക്കുന്നത് 2 പാക്ക് ചുരുങ്ങി വലിക്കണ കുറെ ആൾക്കാരുണ്ട്. അവരെ കണ്ടാൽ നമുക്കറിയാം. അവരെ വീട്ടിൽ പിന്നെ നായനെ പോറ്റേണ്ട ആവശ്യമില്ല. ഓലെന്നെ കുറച്ചുകൊണ്ട് ആരും ആ പരിസരത്ത് വരൂല. അങ്ങനെ രാത്രി അവർക്കും ഉറക്കില്ല, കുടുംബത്തിനും ഉറക്കില്ല. അത് കുരക്കന്നെ. ഇത് കേടാണെന്ന് അറിയാതെ വലിക്കുന്നവരാരും നമ്മളെ കൂട്ടത്തിലില്ല. അവര് രഹസ്യമായിട്ട് കുട്ടികളോട് പറഞ്ഞു, മക്കളെ തുടങ്ങണം കേട്ടോ, ഞങ്ങൾ തുടങ്ങി കുടുങ്ങിയതാണ്, ഇത് നിർത്താൻ കഴിയാതെ കുടുങ്ങി കിടക്കാണെന്നാണ്. എന്നാൽ അവർക്ക് അത് നിർത്താൻ പറ്റിയ മാസം കൂടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ 14.5 മണിക്കൂറോളം സമയമുണ്ട് ഈ നോമ്പിന്. ആകെ 24 മണിക്കൂറാണ് ഒരു ദിവസമുള്ളത്. അതിൽ 14 മണിക്കൂർ നമുക്ക് നോമ്പിന്റെ സമയമാണെങ്കിൽ ആ സമയത്തൊന്നും നമ്മൾ സിഗരറ്റും വീടിയും തൊട്ടിട്ടില്ല, പുകയില തിന്നിട്ടില്ല. ഇനി നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ അവശേഷിക്കുന്ന ഒരു 10 മണിക്കൂറും കൂടി നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂലേ? നമ്മളൊന്നാട് വിചാരിച്ചു കിട്ടണം. ഹസീമത്ത് ഒരു തീരുമാനം എടുക്കാൻ തയ്യാറായാൽ മതി. നമ്മളിപ്പോ എടുത്ത തീരുമാനം എന്താ? സിഗരറ്റ് നോക്കി ഇങ്ങനെ പറയാതെ കിടക്കും, മരുവങ്ങോട് കൊടുക്കാതെ കാട്ടി തരാൻ ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യാണ്? മരുവിന് ശേഷം പകല് കളായതൊക്കെ ഒന്നുമെന്ന് തന്നെ മറ്റേമേ പിടിപ്പിച്ച് വെക്കാൻ നേരമില്ലാതെ അത് വലിച്ചു തീർക്കുക. കാരണം അത് സ്ഥിരമായിട്ട് വലിക്കണാണ്, അത് മുടങ്ങിപ്പോയാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അതാണ് കളാവിട്ടുക. ഇതിന് പകരം നമ്മൾ തീരുമാനിക്കുക ആ 10 മണിക്കൂറും വേണ്ട. അങ്ങനെ ഒരു മാസം ഇങ്ങനെ അങ്ങോട്ട് പോയാൽ നമ്മളെ ശരീരത്തിന്റെ മാറ്റി സ്ഥാപിക്കാൻ നമുക്ക് ജമാഅത്ത്
ജമാഅത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം, ഖുർആൻ പാരായണം, സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് എഴുന്നേൽക്കുന്ന ശീലം, ഇങ്ങനെ ഒരു മനുഷ്യന് സ്വർഗത്തിന് അവകാശിയായി തീരാനുള്ള വിശേഷണങ്ങളായി ഖുർആൻ പഠിപ്പിച്ച എല്ലാ നല്ല ശീലങ്ങളും റമളാനിൽ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മൾ പകർത്താൻ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് ഒരു പുതിയ നല്ല മനുഷ്യനായി നമുക്ക് മാറാൻ കഴിയും. അതിന് ആദ്യം പറഞ്ഞ റമളാനിലെ നോമ്പ്, അതിനെ നല്ല ആവേശത്തോടെ ഹിമ്മത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിക്കണം. ഇതൊരു ഇടങ്ങറായിപ്പോയല്ലോ എന്ന് ആരെയും കൽബിൽ തോന്നരുത്. ഇതൊരു സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞാൽ ഈ റമളാൻ നമുക്കൊരു ആഹ്ലാദമായി അത് തീരുന്ന ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരൊറ്റ ദിവസം നോമ്പെടുത്താൽ ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാരി ഖന്ദഖാ, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു വലിയൊരു കിടങ്ങ് തീർക്കുകയാണ്. കമാ ബൈനസ്സമാഇ വൽ അർള്, ആകാശഭൂമികൾക്കിടയിലുള്ള അകലം വരുന്ന വലിയൊരു കിടങ്ങ് നരകത്തിന്റെയും നമ്മുടെയും ഇടയിൽ തീർക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ നരകത്തിൽ നിന്ന് അകന്ന് സ്വർഗത്തിലേക്ക് അടുക്കുകയാണ്. മാത്രമല്ല ഈ നോമ്പിന് അല്ലാഹു തആല വെച്ച മഹത്വം എന്താണ്? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമ്മൾ പറഞ്ഞു റമളാൻ നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മാസമാണ്. അതിനാദ്യം വേണ്ടതെന്താ? അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ എടുത്ത് പുറത്തിടല്ലേ വേണ്ടത്. നോമ്പ് കൊണ്ടുള്ള ഒന്നാമത്തെ നേട്ടം അതാണ്. മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ, അല്ലാഹു നിർബന്ധമാക്കിയ റമളാനിലെ സ്പെഷ്യൽ ഇബാദത്താണെന്ന വിശ്വാസത്തോടെയും ഇതിന് അല്ലാഹു അവൻ ഉദ്ദേശിച്ച പ്രതിഫലം തരുമെന്ന ആഗ്രഹത്തോടെയും ആര് നോമ്പെടുത്തോ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. എന്താണ് അതിന് അല്ലാഹു കൊടുക്കുന്ന നേട്ടം? അവൻ ചെയ്തുപോയ പാപങ്ങളെ അല്ലാഹു മായ്ച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉരുണ്ടുകൂടിയ പാപക്കറകളെ കഴുകി നീക്കം ചെയ്ത് ഹൃദയം ശുദ്ധി വരുത്തുകയാണ്. അപ്പൊ പാപങ്ങളാ കൊഴിഞ്ഞു പോകുമ്പോ കൽബിന്റെ തിളക്കം തിരിച്ചു കിട്ടുക. അതിനാണ് റമളാനിൽ നോമ്പ് വെച്ചത്. മാത്രമല്ല ഈ നോമ്പിന് എന്താണ് പ്രതിഫലം എന്ന് അല്ലാഹു നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടില്ല, മുന്നറിവ് തന്നിട്ടില്ല. അല്ലാഹു പറഞ്ഞതായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു പറഞ്ഞത് കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സൗം, മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും അത് അവന് വേണ്ടിയുള്ളതാണ്. ഇല്ല സൗം, നോമ്പൊഴി. നോമ്പ് നമുക്ക് വേണ്ടപ്പോ എന്താ? അപ്പൊ ചോറുന്ന വേണ്ട അല്ലേ? രാവിലെ ചായ ഇരിക്കായിരുന്നു, കുറച്ച് വിശ്രമിക്കായിരുന്നു. എന്നാൽ അതൊക്കെ നമ്മൾ ആർക്കു വേണ്ടി മാറ്റിവെച്ചു? അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചു. അതുകൊണ്ട് ആ നോമ്പിന്റെ പ്രതിഫലം ഞാൻ അങ്ങോട്ട് കൊടുക്കും. അത് ഞാൻ അപ്പം പറയുന്നില്ല. ഒരു മുതലാളിന്റെ കീഴിൽ 10 തൊഴിലാളികൾ, 9 ആൾക്കും അയാൾ നിശ്ചയിച്ച സംഭവങ്ങൾ എടുത്തു കൊടുത്തു. 10ാമത്തോനോട് എനിക്ക് ഞാനത് ധരിക്കിപ്പോ പോയിക്കോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് മറ്റോർക്കൊന്നും കൊടുത്ത മാതിരിയുള്ള ഒരു സംഗതിയല്ല, അതൊരു 1.5 കൊടുക്കലായിരിക്കുന്ന. ഇതുപോലെ നോമ്പിന്റെ പ്രതിഫലം അത് ഞാനത് കൊടുത്തോളാം എന്ന് പറഞ്ഞ വലിയ പ്രതിഫലാർഹമായ ഒരു ഇബാദത്താണ് നോമ്പ് എന്ന ആഗ്രഹത്തോടെ ഈ റമളാനിലെ ഒരൊറ്റ നോമ്പും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന സന്തോഷത്തോടെ ആയിരിക്കണം ഈ 2ാമത്തെ ദിവസം തന്നെ നമ്മൾ ഉണ്ടാകേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വയസ്സുള്ള ആളുകളൊക്കെ അങ്ങനെ ഇരുന്ന് പരസ്പരം പറയുന്നുണ്ട്, കൊല്ലത്തെ നോമ്പൊക്കെ അങ്ങനെ പൂർത്തിയാവോ? അല്ലാഹു അലം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉച്ചക്ക് 4 സൈസ്, വൈകുന്നേരം 2 സൈസ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഒരുങ്ങനെ പേടിച്ചാണ്. അങ്ങനെ ബേജാറായി നിൽക്കരുത്. നമ്മൾ പുഴ ചാടുന്നവരെ വരെ ചാലിയാറിൽ ചാടി നമുക്ക് അക്കരത്താണ്. പറവൂക്ക് പാലത്ത് മുന്ന് നമ്മൾ ചാടുകയാണ്, മറുകരയിലേക്ക് നീന്താൻ ചാടുന്ന ഒരാള് ഇതിപ്പോ അക്കരെത്തുമല്ലേ എന്നിങ്ങനെ ശങ്കിച്ച് ചാടിയാൽ എന്താ സംഭവിക്കുക? അള്ളാന്റെ തൗഫീഖ് കൊണ്ട് പള്ളർച്ചും വെള്ളം കുടിച്ച് മരിക്കുക അല്ലേ? അതേ സമയത്ത് അക്കരെ എത്തുമെന്ന നല്ല മനക്കരുത്തോടെ ചാടിയാലോ ഒരു പ്രയാസമില്ലാതെ അക്കരെത്തും. അപ്പൊ റമളാൻ നമ്മൾ ഇങ്ങനെ പേടിച്ചു വെക്കരുത്. നമ്മൾ SYSന്റെ ഹജ്ജ് ഗ്രൂപ്പിൽ
ഹാജിമാരെ കൊണ്ടുപോകും. നമ്മൾ ഇവിടെ അധികം ആൾക്കാരിങ്ങനെ മക്കളായിരിക്കുമല്ലോ ഒരു വാപ്പയ്ക്ക് വേണ്ടി ഇവിടെ അപേക്ഷ കൊടുക്കുക. അപ്പൊ ഇത് ചോദ്യമൊക്കെ ഉണ്ടാവും, ഒക്കെ പ്രായമുള്ളവരാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയോ? അപ്പൊ കുട്ടികൾ വാപ്പ രണ്ടൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഇതാക്കുക. പിന്നെ കൊണ്ടുവരുന്ന ഫോട്ടോ 40-ാം വയസ്സിലെ ഫോട്ടോ ആയിരിക്കും. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ തന്നെയാണ്. ക്ലാസ്സിന് വിളിക്കുന്ന എന്നാണ് എല്ലാവരും 80 കഴിഞ്ഞവരാണ് തോന്നുണ്ടാകുക. എന്നാലും അൽഹംദുലില്ലാ നമ്മളെ കൂടെ വരുന്ന ഒരൊറ്റ ഹാജി പ്രായമുള്ളതിന്റെ പേരിൽ പ്രയാസപ്പെടലില്ല. കാരണം നമ്മൾ അവർക്ക് ക്ലാസ് കൊടുക്കൽ ആത്മവിശ്വാസത്തിന്റെ ക്ലാസ്സാണ്. അങ്ങനെ നല്ല ധൈര്യത്തിൽ വന്നാൽ അവർ ചെറുപ്പക്കാരെ പോലെ ഓടിച്ചാടി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് തിരിച്ചു വരാറുള്ളത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഒരു ഇബാദത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നല്ല മനക്കരുത്തോടുകൂടെ ഇറങ്ങണം. അതിനാ അള്ളാഹുവിന്റെ ഹബീബ് ഇതൊക്കെ പറയുമ്പോൾ മൻ സോമ റമളാന ഈമാനം വഹ്തിസാബും ഇങ്ങനെ കൂട്ടിക്കൊടുക്കണേ. അത് നമ്മൾക്ക് ഈമാനാണ്, നമ്മളെ കരുത്ത്, നമ്മളെ ഹൃദയത്തിന്റെ ആത്മധൈര്യം അവിടെയാണ്. ആ ധൈര്യത്തോടുകൂടെ നമ്മൾ ഈ റമളാൻ ഒന്നും ഒഴിയാതെ എനിക്ക് നോൽക്കാൻ കഴിയും, രോഗമൊക്കെ അള്ളാഹു തആല അതിനു വേണ്ടി എനിക്ക് മാറ്റിത്തരും എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ഒരുങ്ങണം. അള്ളാഹു പൂർത്തീകരിച്ച് ഈ പരിശീലന കളരിയിലൂടെ ഖൽബ് ശുചീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം ഈ പരിശുദ്ധ റമളാനിലെ നോമ്പ് നമ്മൾ നോറ്റു കഴിഞ്ഞാൽ അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ അത് പൂർത്തീകരിക്കുമ്പോഴാണ് ഈ കളരിയിൽ നമ്മൾ വിജയിക്കുക. റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഓടാൻ ഉണ്ടാവും. ചിലപ്പോൾ ഒരു 5 കിലോമീറ്ററിൽ 10 കിലോമീറ്റർ ഓടാൻ പറയും. ആ ഓടാൻ പറയുമ്പോൾ ആ പറഞ്ഞ രീതിയിൽ തന്നെ ഓടണം. കുറച്ചുകൂടി ബൈക്കിൽ ഇരുന്ന് പിന്നെ കുറച്ചുകൂടി പിന്നെ ഇരുന്ന് ഇങ്ങനൊന്നും ഓടിയാൽ അത് കൂട്ടില്ല. അത് തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മളത് ചെയ്തെങ്കിലേ നമുക്കത് അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിൽ പൂർത്തിയാക്കാൻ പറ്റും. അതുകൊണ്ട് നിയ്യത്ത് നല്ല ഉറപ്പിൽ നമ്മൾ വെച്ചതുപോലെ തന്നെ രണ്ടാമത്തെ ഫർളായ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും വരാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തണം. റമളാനു ശരീഫിലെ നോമ്പ് ബാത്തിലാവാൻ 4 കാരണങ്ങളാണുള്ളത്. അക്ഷരാർത്ഥത്തിൽ ബാത്തിലാവാൻ, പിന്നെ പ്രതിഫലം കിട്ടാതെ ബാത്തിലായി പോകുന്ന വേറൊരു രീതിയില്ല. അള്ളാന്റെ അടുത്തെത്തുമ്പോൾ പ്രതിഫലം കിട്ടൂല, ഇവിടുന്ന് നോമ്പ് വെച്ചാ നോമ്പ് വെച്ചു എന്ന് പറയാം. അങ്ങനത്തെ ഉണ്ട്. രണ്ടർത്ഥത്തിലും നോമ്പ് ബാത്തിലാകുന്ന 4 കാര്യങ്ങൾ. ആ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നോമ്പ് എന്ന് പറയുന്നത് ഒരു സാധാരണ പരിശീലനമല്ല. മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഞാൻ ഓതിയ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ 2 അവസ്ഥ വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട 3 സൃഷ്ടികളിൽ ഒന്ന് മലക്കുകളാണ്. മലക്കുകൾക്ക് അല്ലാഹു കൊടുത്ത പ്രകൃതി എന്താണ്? ഒരു തെറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ പോലും അവർക്കാവില്ല. അങ്ങനെ അല്ലാഹു പഠിച്ചത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു പറഞ്ഞതെന്തോ അത് മാത്രമാണ്. നേരെ എതിരിൽ വേറൊരു കൂട്ടരുണ്ട്. അവർ ശൈത്താന്മാരാണ്. അവർക്ക് ഒരു നന്മ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്തവരാണ്. തെറ്റുമാത്രം ചെയ്യുന്നവർ അവരാണ് പിശാചുക്കൾ. മൂന്നാമത്തെ വിഭാഗം ഈ 2 സ്വഭാവവും ഒരേ സമയത്ത് മേളിച്ച മനുഷ്യനാണ്. ഇന്നലി കുല്ലി ഇൻസാനി ലിമ്മത്താനി ലിമ്മത്തു മലക്കിൻ വ ലിമ്മത്തു ശൈത്താൻ. ഓരോ മനുഷ്യനിലും ഒരു മലക്കിന്റെ ഉൾവിളിയും പിശാചിന്റെ ഉൾവിളിയുമുണ്ട് എന്ന് പറഞ്ഞാൽ 2 പ്രകൃതിയുണ്ട് മനുഷ്യൻ. നന്നാവാൻ മനുഷ്യൻ തീരുമാനിക്കാനേ മലക്കളെക്കാൾ നന്നാവാൻ കഴിയും. കാരണം മലക്കൾ നന്നായത് നന്നാവാൻ മാത്രം പറ്റിയ പ്രകൃതിയിൽ അല്ല പഠിച്ചതുകൊണ്ടാണ്. ചീത്തയാവാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് അതിനെ അവഗണിച്ച് നന്നാകുമ്പോൾ അതിന് മാറ്റു വർദ്ധിക്കും. മനുഷ്യൻ ചീത്തയാവുകയാണെങ്കിലോ പിശാചുക്കളെക്കാൾ മോശമാവും. കാരണം അവർക്ക് നന്നാവാൻ അവസ്ഥയില്ല, അതുകൊണ്ട് കേടുവന്നു പോയതാ. നമുക്ക് നന്നാവാൻ സാഹചര്യം ഉണ്ടായിട്ടും നന്നാവാതെ പോയതിനാൽ നമ്മളാകെ മാറിപ്പോകും. ഇനി ഈ മനുഷ്യനെ റമളാൻ ശരീഫിലൂടെ അല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? പൈശാചികമായ സമ്മർദ്ദങ്ങളെ മുഴുവനും അവഗണിച്ച് അവനെ മനുഷ്യത്വത്തിൽ നിന്ന് മാലാകമാര വിധാനത്തിലേക്ക് ഉയർത്തുകയാണ്. അതാണ് റമളാനിലെ നോമ്പ് വെച്ചതിന്റെ ഉദ്ദേശം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു നോമ്പുകാരന് അല്ലാഹു തആല നോമ്പ് മുറിയുന്ന കാര്യങ്ങളായി വെച്ചത് മുഴുവനും ഏതാ? മലക്കുകളുടെ സ്വഭാവം നമ്മളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് നോമ്പുറിയുന്ന ഒരു കാര്യം നമ്മളെ ശരീരത്തിന്റെ അകത്തേക്ക് എന്തെങ്കിലും ഒരു തടിയുള്ള വസ്തുവിന് പ്രവേശനം നൽകുക എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞത്. മലക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാ യഅ്കുലൂന വലാ യശ്റബൂൻ. മലക്കുകൾ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. കാരണം നമ്മളെപ്പോലെ ദാഹവും വിശപ്പുമുള്ളവരല്ല.
വിശുദ്ധ റമളാനിന്റെ ഒരു പകലിൽ നമ്മളിതാ മലക്കുകളെപ്പോലെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ കാത്തു സൂക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഉള്ളി എന്ന് പറയാവുന്ന ഒരു സ്ഥലത്തേക്കും ഒന്നും പ്രവേശിപ്പിക്കുന്നില്ല. അതിൽപ്പെട്ടതാണ് കാതിന്റെ ഓട്ടം. കാതിന്റെ ഉള്ളി എന്ന് പറഞ്ഞാൽ അത് പള്ളയിൽക്കെത്തുന്ന ഓട്ടമൊന്നുമില്ല. അവിടെ നോക്കിയാൽ പിന്നെ ഒരു പാട കൊണ്ട് അത് മൂടിക്കെടുക്കുക. പക്ഷേ അവിടേക്ക് ഉള്ളി എന്ന് അതിന് പറയാം. അതുപോലെ മുലക്കണ്ണിന്റെ ഉള്ള്, ജനനേന്ദ്രിയത്തിന്റെ ഉള്ള്, ഒരു സ്ത്രീ നിലത്തിരുന്നാൽ പ്രത്യക്ഷപ്പെടുന്ന ഭാഗം, ഇതൊക്കെ ഉൾഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളിലേക്കൊന്നും, അതുപോലെ വായയിൽ ഉള്ളായിട്ട് ഏതാ കൂട്ടുക, തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങളിൽ അത് ആദ്യം വരുന്നത് ഹംസ, പിന്നെ ഹാൽ, ആ രണ്ടാമത്തെ അക്ഷരം. ഹൽക്കിന് ഓർമ്മ വെച്ചാൽ മതി. ഹൽക്കിന് ആ തൊണ്ടക്ക് വരെ. ഹൽക്കിന് ആദ്യത്തെ അക്ഷരം ഏതാ, ഹ ആണ്. ആ ഹ ഉച്ചരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനം പോയാൽ മതി. പള്ളറിയൊന്നും വേണം, പള്ളയിൽ കൃത്യവും വേണ്ട, ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. അതൊരു അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അപ്പോഴേക്ക് നോമ്പൂരിയ പള്ളയിലെത്തണ്ടേ, അതൊക്കെ യുക്തിവാദ. പള്ളയിലെത്തൊന്നും വേണ്ട, ഉള്ളെന്ന് പറഞ്ഞിടത്തേക്ക് കടക്കാൻ പാടില്ല. ഇതുപോലെ തൈമൂക്കിന്റെയും മേലോട്ട് കയറിയാൽ നോമ്പൂറി. കണ്ണിന്റെ ദ്വാരം, കണ്ണ് അതൊരു തുറക്കപ്പെട്ട ദ്വാരല്ല. കുളിക്കുമ്പോൾ കണ്ണിന് വെള്ളമാക്കിയത് കൊണ്ട് നോമ്പ് മുറിയില്ല. കണ്ണിന് സുർമയിട്ടാലും നോമ്പ് മുറിയില്ല. സുർമയുടെ റമദാനിന്റെ പകല് നല്ലതല്ല, കറാഹത്താണ്, അത് ഖിലാഫുൽ ഔലിയാണ്. അപ്പോ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും ഒരു തടിയുള്ള വസ്തു അകത്തേക്ക് കടന്നാൽ നമ്മൾ നോമ്പ് മുറിയും. അത് നമ്മൾ നന്നായി റമദാനിൽ സൂക്ഷിക്കണം. ആ വസ്തു അതിലേത് ഉൾപ്പെടൂല, നമ്മളെ സ്വന്തം ഉമിനീര് അതിൽ ഉൾപ്പെടൂല. നമ്മളെ വായിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീര് നോമ്പ് നോറ്റങ്ങനെ നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് സംസാരത്തിനൊരു ആയാസം കിട്ടാൻ, ദഹനത്തിന് എളുപ്പം കിട്ടാൻ, ഇതിനൊക്കെ ആവശ്യമുള്ള സംഗതിയാണ് ഉമിനീര്. അത് നമ്മൾ ആവശ്യത്തിന് ഇറക്കാം. പക്ഷേ അത് നാവിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയോ വായിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അന്യവസ്തുവായി പിന്നെ അകത്തേക്ക് ഇറക്കിയാൽ നോമ്പൊറി. ഒരാളൊരു നൂലെടുത്ത് ഇങ്ങനെ പറയാനും ചമച്ചു, അത് പിന്നെ പുറത്തെടുത്തു, പിന്നെ അത് വീണ്ടും വായിലിട്ടു, അതിലുള്ളത് ഇറക്കിയാൽ നോമ്പൊറി. അവന്റെ ഉമിനീരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്തു വരുന്നതോടെ അന്യവസ്തുവായി. ഇനി ആ ഉമിനീരിനോട് അന്യവസ്തു കലർന്നിട്ട് കുടിച്ചാലും ഇറക്കിയാലും നോമ്പ് വരും. ഒരാളെ വായിലെ ഊണ് പൊട്ടി ചോര വന്നു, ആ ചോര കലർന്ന ഉമിനീര് ഒരാൾ ഇറക്കിയാൽ നോമ്പ് വാക്കിലായി പോകും. വെറ്റിലിരുന്നു, അതിന്റെ ചുവപ്പ് കലർന്ന ഉമിനീര് ഇറക്കിയാൽ നോമ്പ് വാക്കിലായി പോകും. ഇത് ശ്രദ്ധിക്കണം. അതേ സമയത്ത് വായിൽ വരുന്ന കഫം വന്നാൽ അത് തലയിൽ നിന്നും വരാം, നെഞ്ചിൽ നിന്നും വരാം. ആ വരുന്നത് നമ്മൾ കാർക്കിച്ചെടുത്തത് കൊണ്ടും നോമ്പ് മുറിയില്ല. പക്ഷേ അത് ഇറക്കിയാൽ നോമ്പ് മുറി നമ്മൾ സൂക്ഷിക്കണം. പല്ലിന്റെ ഇടയിലുള്ള വസ്തുക്കൾ നാവുകൊണ്ട് ഇങ്ങനെ തൊട്ടു നോക്കിയിട്ട് നാവിന് തടയുന്നുണ്ടെങ്കിൽ അതിറക്കിയാൽ നോമ്പ്. നാവിന് തടയാത്ത, നമുക്കത് വേർതിരിച്ച് തുപ്പാൻ മാത്രം കിട്ടാത്തതാണെങ്കിലോ അതുകൊണ്ട് പ്രശ്നമില്ല. ഇതുപോലെ ഒന്നു എടുത്തു കഴിഞ്ഞാൽ വായിൽ വെള്ളം കുപ്പിളിക്കും നമ്മൾ, അതിന്റെ വെള്ളത്തിന്റെ കണികൾ വായിലുണ്ടാവും. അതിറക്കിയത് കൊണ്ട് നമ്മൾ തുപ്പയിന് ശേഷം ഉണ്ടാകുന്ന നനവില്ല, അത് പിന്നെ ഒരു ടവലെടുത്ത് വായ തുടക്കൊന്നും വേണ്ട, അതിറക്കിക്കൊണ്ട് നോമ്പ് മുറിയില്ല. അപ്പോ തുറക്കപ്പെട്ട ദൂരത്തിലൂടെ തടിയുള്ള വസ്തു. ഇനി നമ്മൾ ഉള്ളു എന്ന് പറയാവുന്ന ഭാഗം തുരന്നിട്ട് അങ്ങോട്ട് കടക്കാലും മുറി. ഉദാഹരണത്തിന് ഇഞ്ചക്ഷൻ ചെയ്യുക, അത് 2 സൈസ് ഉണ്ടാവലുണ്ട്. ഒന്ന് തീറ്റി അടിക്കലുണ്ട്, അത് ഇറച്ചിയിലേക്ക് വെച്ചു കൊടുത്താൽ. വേറെ ഒന്ന് സിരകളിലേക്ക്, നരമ്പുകളിലേക്ക് കയറ്റുന്നത്. നരമ്പുകളിലേക്ക് കയറ്റിയാൽ അതുകൊണ്ട് നോമ്പ് മുറി. അപ്പൊ നോമ്പ് പോയിട്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ പിന്നെന്താ ഗ്ലൂക്കോസ് കയറ്റി ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? പറ്റില്ല, നോമ്പ് മുറി. അതിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് മരുന്ന് കയറ്റാൻ പാടില്ല, നോമ്പ് മുറി. അതേ സമയത്ത് തീറ്റി പോലുള്ളതാണെങ്കിൽ മുറിയില്ല എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, അകത്തേക്ക് തടിയുള്ളതൊന്നും പ്രവേശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കണം. ഒരാൾ വെറുതെ വായിലിട്ട് ഒരു സൗകര്യം ഇങ്ങനെ ചമച്ചുകൊണ്ടിരിക്കുക, അത് പെട്ടെന്ന് അറിയാതെ ഇറങ്ങിപ്പോയി, എന്നാലും നോമ്പൊറിയുന്ന. കാരണം റമളാനിൽ അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. വായിലൊന്നും വെച്ചിങ്ങനെ പിടിച്ചു നിൽക്കാൻ പാടില്ല. എന്നാൽ അറിയാതെ ഒരാൾ ഭക്ഷണം കഴിച്ചു പോയാലോ, അറിയാതെ നോമ്പുകാരനാണെന്ന വിവരം ഓർക്കാതെ പെട്ടെന്ന് അക്ഷരം, പീടിയിലൊക്കെ സാധനം വാങ്ങാൻ മുമ്പ് അരിയൊക്കെ എടുത്ത് ഇങ്ങനെ കുറയ്ക്കുന്ന സ്വഭാവമുള്ള ചില ആൾക്കാരുണ്ട്. അത് ശീലാക്കിയാൽ ഒരിക്കലും നിൽക്കാൻ കണ്ടാ കുറച്ചു അരി കണ്ടാ എടുത്ത് വായിലിടും. അങ്ങനെ അറിയാതെ ഇട്ടുപോയാൽ അതുകൊണ്ടെന്താവൂല, നോമ്പ് മുറിയില്ല. വയറ് നിറയെ തിന്നുപോയാലും മറവിയിൽ സംഭവിച്ചത് ഇസ്ലാമിലെ അഫുണ്ട്, അതുകൊണ്ട് അയാൾക്ക് നോമ്പ് ബാത്തിലാവുകയില്ല. അപ്പോ ഇതാണ് ഒന്ന്. രണ്ടാമത്തത് എന്താണ്? മലക്കുകളുടെ സ്വഭാവം, അവരെ കൂട്ടത്തിൽ ആണില്ല പെണ്ണുമില്ല. ആണ് പെണ്ണ് എന്ന വർഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ തരത്തിലുണ്ടാകുന്ന വൈകാരിക താല്പര്യങ്ങളൊന്നും മാലാഖമാർക്കിടയിൽ ഇല്ലാത്തതുപോലെ
വിശുദ്ധ റമളാനിന്റെ പകലിൽ മനുഷ്യരും മലക്കുകളെപ്പോലെ ഇതിന് കർശനമായി തടയിടണം. അങ്ങനെ ചിന്ത വരുന്നത് കാണാതെ കേൾക്കാതെ സ്വന്തം ഇണയോടുപോലും ആ തരത്തിലുള്ള വൈകാരികത ഉണ്ടാകുന്ന ഇടപെടലുകൾ നടത്താതെ അവൻ മാറി നിൽക്കണം. എന്നാൽ അതിന്റെ പാരമ്യതയിലെത്തുന്ന സംയോഗം ഒരാള് നടത്തിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലായി പോകുന്നു. നോമ്പ് മുറിയുന്ന ഒരു കാര്യം മാത്രമല്ല, നോമ്പ് ഫാസിദാക്കി നശിപ്പിച്ചു കളഞ്ഞവനായതുകൊണ്ട് അവന് കടുത്ത ശിക്ഷ അതിന്റെ പേരിൽ വരും. സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. കാരണം ഇത് പ്രത്യേകമായൊരു പരിശീലനം. മലക്കുകളെ മാതിരി മനുഷ്യനെ പരിശീലിപ്പിക്കുമ്പോൾ ഇവന്റെ പരിപാടി വേറെ. അതുകൊണ്ട് അവൻ എന്താക്കൂല, ഈ പരിശീലനത്തിൽ വിജയിച്ചവനായി കണക്കാക്കൂല, അവൻ തോറ്റവനായി കണക്കാക്കി അവന്റെ നോമ്പ് ബാത്തിലാവും. രണ്ടാമത്, ഇണയുമായുള്ള സംയോഗമായിക്കൊള്ളണമെന്നില്ല. ഒരാൾ സ്വയഷ്ടപ്രകാരം തന്നെ ഏതെങ്കിലും അവന്റെ കൈകൊണ്ടുള്ള പ്രവർത്തനം കാരണം ഇന്ദ്രിയ സ്ഖലനമുണ്ടാക്കിയാലും അവന്റെ നോമ്പ് ബാത്തിലാവും. അതിന് പക്ഷേ ജിമാവ് കൊണ്ടുവരാൻ പോകുന്ന കഫാറത്ത് ബാധകമാകൂല. നോമ്പ് ബാത്തിലായി പോകും. അത് കടുത്ത ഹറാമാണ്. റമളാനിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ചെയ്തെങ്കിലേ സംഭവിക്കൂ. അതിനാൽ ഒരാൾ റമളാനിന്റെ പകലിൽ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ ഓനെന്തൊക്കെയോ സ്വപ്നം കണ്ട് സ്ഖലനം സംഭവിച്ചു, അതുകൊണ്ട് നോമ്പ് ബാത്തിലാവില്ല. കാരണം അതവൻ മനഃപൂർവ്വം ചെയ്തതല്ല. അല്ലെങ്കിൽ അവൻ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ സംഭവിച്ചുപോയി. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചപ്പോൾ സ്ഖലനമുണ്ടായി. ഇത് രണ്ടുകൊണ്ടാണെങ്കിലും അവന്റെ നോമ്പ് ബാത്തിലാകൂല. അവൻ മനഃപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നോമ്പ് ബാത്തിലാകുന്ന കാര്യം. ഇതുപോലെ ഒരാൾക്ക് മതിയോ അവനിങ്ങനെ വൈകാരികമായത് കാണുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തപ്പം ശുക്ലവിസർജനത്തിന്റെ മുമ്പ് വരുന്ന ഒരു ദ്രാവകം, ഇതുകൊണ്ടും നോമ്പ് ബാത്തിലാവുകയില്ല. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാനും ചിന്തിക്കാനും പാടില്ല എന്നത് വേറെ. നോമ്പ് ബാത്തിലാകണമെങ്കിൽ ഈ പരിധിയിലെത്തുമ്പോൾ മാത്രമാണ് ബാത്തിലാകുക. മൂന്നാമത്തെ കാര്യം ഉണ്ടാക്കി ഛർദ്ദിക്കലാണ്. അങ്ങനൊക്കെ ആരെങ്കിലും ചെയ്യുമോന്ന് നമുക്ക് തോന്നും. ചെയ്യാം, അല്ലെ ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ സംഭവിക്കൂലേ. അതുപോലെ തന്നെ ചിലപ്പോ അതൊരു ചികിത്സയും കൂടിയാണ്. ഛർദ്ദിക്കൽ നമ്മൾ വയറിളക്കണ ഇതൊപ്പം ഛർദ്ദിച്ചു പോയത് അയാൾ മനഃപൂർവ്വം ഉണ്ടാക്കി ഛർദ്ദിച്ചതല്ല. എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയുമില്ല. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്നതായുള്ളത്. നമ്മൾ സൂക്ഷിക്കുക. പിന്നെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് അറിയാതെ സംഭവിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ. അതിൽപ്പെട്ട ഒന്ന്, നമ്മൾ വുളു ചെയ്യുന്ന സമയത്തിന് വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റമളാനിനല്ലാത്ത സമയത്താണെങ്കിൽ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതും നന്നായി ചെയ്യണം എന്നാണ്. മൂക്കിൽ പരമാവധി മേലോട്ട് കയറ്റിയിട്ടാവൻ നമ്മൾ ചീറ്റുന്നത്. അത് നമ്മൾ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ പറ്റും. അതേ സമയത്ത് റമളാനിൽ അത് അത്ര കയറ്റരുത്, അത് കറാഹത്താണ്. അതുകൊണ്ട് ആരെങ്കിലും മനഃപൂർവ്വം റമളാനിൽ കൂടുതൽ മൂക്കിലേക്ക് വെള്ളം കയറ്റിയപ്പം അറിയാതെ മേലോട്ട് കയറിപ്പോയാൽ അവന്റെ നോമ്പ് മുറിയും. കാരണം അത് ചെയ്യാൻ പാടില്ലാത്തതാണ് റമളാനിലെ. ഇതുപോലെ കുളി, സുന്നത്തോ നിർബന്ധമോ ആയ കുളി, ഒരാൾ റമളാനിന്റെ പകലിൽ കോരിപ്പാർന്നുകൊണ്ട് കുളിക്കുകയായിരുന്നു, അല്ലെ ഷവറിന്റെ വീട്ടിൽ നിന്ന് കുളിക്കുകയാണ്. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഏതെങ്കിലും ദൂരത്തിലൂടെ അകത്ത് കടന്നാൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാവില്ല. അതേ സമയത്ത് ഒരാൾ മുങ്ങിക്കുളിച്ചു, അത് ഫർളായ കുളിയാവട്ടെ സുന്നത്താവൂലാട്ടെ, ജനാബത്ത് തീർത്താണ്, അല്ലെ ജുമഅക്ക് പോകാൻ സുന്നത്തൊരുക്കാണ്, അത് കുളത്തിലോ പുഴയിലോ ഇറങ്ങി മുങ്ങിക്കുളിച്ചപ്പോൾ അകത്തേക്ക് അറിയാതെ വെള്ളം കടന്നാലും നോമ്പ് ബാത്തിലാകും. കാരണം എന്താ? റമളാനിൽ മുങ്ങിക്കുളി നിരോധിക്കപ്പെട്ടതാണ്. നിരോധിക്കപ്പെട്ടതായതുകൊണ്ട് അറിയാതെ വെള്ളം കടന്നാലും ബാത്തിലാകും. സുന്നത്തോ ഫർളോ ആയ കുളി അനുവദിക്കപ്പെട്ടതാണ്. അത് കോരിപ്പാർന്ന് കുളിക്കുമ്പം അറിയാതെ കയറിയാൽ ബാത്തിലാവൂല. എന്നാൽ വെറുതെ ഒരു കുളി, നമ്മൾ അധികാരക്കാരെയും കൂടി അതാ, നിർബന്ധമല്ല സുന്നത്തുമല്ല, ഒന്ന് കുളിക്കരാവില്ല അല്ലെ, ആ കുളിയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചു കുളിക്കണം. അത് നമ്മൾ കോരിപ്പാർന്ന് കുളിക്കുമ്പം തന്നെയാണെങ്കിലും അറിയാതെ കയറിപ്പോയാലും നോമ്പ് ബാത്തിലായി പോകും. അതുകൊണ്ട് റമളാനിൽ രാത്രിയിൽ കുളി പ്രത്യേകം സുന്നത്താണ്.
റമളാന്റെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ്. ജനാബത്ത് പോലുള്ളതുണ്ടെങ്കിൽ രാത്രി തന്നെ കുളിക്കുക എന്നത് പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടതുമാണ്. അല്ലാതെ തന്നെ രാത്രിയിലാണ് റമളാന്റെ കുളി സുന്നത്ത്. പകലിലാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് കുളിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നോമ്പ് ബാത്തിലാകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അതിന്റെ കൂടെ തന്നെ പിന്നെ ചിലപ്പണ്ട് നമ്മൾ ഭക്ഷണം രുചി നോക്കുക. ഇപ്പൊ ഹോട്ടൽ ജീവനക്കാർ അവര് നോമ്പുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഉമ്മമാര് അവർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മധുരണ്ടോ നോക്കാലോ, അതിന് വിരോധമല്ല. അതുപോലെ കറി ഉപ്പുണ്ടോ നോക്കാം, വിരോധമല്ല. ഈ രുചി നോക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തിന്നാണ്ട് കണക്കാക്കരുത്. കുറച്ച് തിന്നോക്കാന്നല്ല, രുചി നോക്കാന്ന് പറഞ്ഞാൽ എന്താ? നാവുമ്മൽ വെച്ച് നോക്കാന്ന്. നാവുമ്മലാണ് രുചിഭേദങ്ങൾ തിരിച്ചറിയുന്ന എല്ലാ സംവേദന ശക്തികളും ഉള്ളത്. അതിന് തൊട്ടാ അറിയ ഉപ്പുണ്ടോ അല്ലേ, പിന്നെന്ത് വേണം? തുപ്പിക്കളയണം. അങ്ങനെ ചെയ്യുന്നതിന് വിരോധമല്ല ആർക്ക്? ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ. വേറെ ഒരുത്തനാ വെക്കണ ഞാനൊന്ന് ഉപ്പോക്കട്ടാന്ന് പോകുമ്പോൾ കറാത്ത ഉപ്പൊക്കെ നമ്മൾ വേണ്ട, അത് വെപ്പുകാർ തന്നെ ചെയ്യുക. ഉമ്മമാരാണ് ഉമ്മമാർ തന്നെ ചെയ്യുക. പുതിയാപ്പിള പോയിട്ട് എന്ത് ചെയ്യേണ്ട? ഉപ്പ് രുചി നോക്കണ്ട, നമുക്ക് കറാത്ത. അത് ചെയ്യുന്ന ആളുകൾക്ക് ഉപ്പ് നോക്കാം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ വായുള്ള തുപ്പിക്കളയണം. എന്നാലും അതിന്റെ ഒരു രുചി അവിടെ ബാക്കിയുണ്ടാവും. ആ രുചി തൊണ്ടയിലേക്ക് പോയതുകൊണ്ട് എന്താവൂല? നോമ്പ് മുറിയുകയില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ രോമകൂപങ്ങളിലൂടെയൊക്കെ സാധനം ഉള്ളിലേക്ക് പോകും. നമ്മൾ തൈലിട്ടാൽ അതിന്റെ ഫലം ഉള്ളിലേക്ക് ചെല്ലും, എണ്ണിട്ടാൽ അതിന്റെ ഫലം ഉള്ളിലേക്ക് വരും. രോമകൂപങ്ങളൊക്കെ ചെറിയ ദ്വാരങ്ങളാവുണ്ട്, അതിലൂടെ വേർപ്പുകൾ ഇങ്ങോട്ട് ഒഴുകുന്നുണ്ടല്ലോ. ഇതുപോലെ അകത്തേക്കും വസ്തുക്കൾ കടക്കും. അത് തുറക്കപ്പെട്ട ദ്വാരങ്ങളല്ലാത്തത് കൊണ്ട് അതിലൂടെ വല്ലതും കടന്നാൽ നോമ്പ് കൊണ്ടിയില്ല. അപ്പൊ നമ്മൾ റമളാനിലെ എണ്ണ തേച്ചതുകൊണ്ടോ കുഴമ്പ് തേച്ചതുകൊണ്ടോ ഒന്നും നോമ്പുറിയില്ല. പക്ഷെ സുഗന്ധമുള്ളതൊക്കെ റമളാനിൽ ഉപേക്ഷിക്കുകയാണ് പകലിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ ഇനി ചില പ്രത്യേകമായ ആദാബുകൾ കൂടി റമളാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതല്ല. ഒന്ന്, അത്താഴ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കുറെ ആദാബുകൾ. ഒന്നാമതായ എന്താണ്? രാത്രിയുടെ രണ്ടാം പകുതിയിലായിരിക്കുക അത്താഴം കഴിക്കുന്നത്. ചില ആൾക്കാരെ അതിപ്പം അത്താഴത്തിന് സമയത്ത് എന്താ തിന്നാ പിന്നെ ചേര തള മുണിഞ്ഞ മാതിരിയാണ് ഉണ്ടാവും. ഞാൻ തറാവിയെ ഞാൻ എന്തെങ്കിലും തിന്ന് കിടക്കലാണ്. അത് പാടില്ല. അതുകൊണ്ട് എന്തിന്റെ കൂലി കിട്ടൂല? അത്താഴം കഴിച്ച കൂലി കിട്ടൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തസഹറൂ, നിങ്ങൾ അത്താഴം കഴിക്കുക. ഫഇന്ന ഫിസ്സുഹൂരി ബറക, അത്താഴത്തിലൊരു വലിയ ബർക്കത്തുണ്ട്. ആ ബർക്കത്തിന് വേണ്ടിയെങ്കിൽ നമ്മൾ കഴിക്കാം. അതിന് കാരക്ക മതി. നിങ്ങൾ വലിയ തിന്നാ നിങ്ങൾക്ക് ദോഷം ഉണ്ടാകുമെങ്കിൽ കാരക്ക തിന്നാ മതി, ഈത്തപ്പഴം തിന്നാ മതി. അത് പ്രത്യേകം സുന്നത്തുള്ളതാണ് ആ സമയത്ത്. അപ്പൊ അത്താഴം അത് നമ്മൾ രാത്രിയുടെ രണ്ടാം പകുതിയിലാണ് കഴിക്കേണ്ടത്. ഇനി കൂടുതൽ ആ രണ്ടാം പകുതിയിൽ എവിടെ കഴിക്കലാണ്? അത് ബാങ്ക് കൊടുക്കാൻ ഒരു മിതമായ വലിപ്പുള്ള ദൈനിന്റെ ആയത്തുണ്ടല്ലോ, ഒരു പേജ് വരുന്ന അൽ ബഖറയിൽ അവസാനം, അത്ര വലിപ്പുള്ള ആയത്തല്ല. എന്നാൽ വൽ ഫജ്ർ എന്ന് പറഞ്ഞ പറ്റ ചെറിയ ആയത്തുമല്ല. ഇടത്തരം 50 ആയത്തുകൾ ഓതാൻ ഇനി സുബഹിക്ക് ബാക്കിയുണ്ട്. ആ നേരത്ത് അത്താഴം കഴിക്കലാണ് കൂടുതൽ നല്ലത്. അപ്പം വളരെ നേരത്തെ കഴിക്കാതെ സുബഹിയോടടുത്ത സമയത്ത് അത്താഴം കഴിക്കുക. അതാണ് പ്രത്യേകമായി സുന്നത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴ രീതി അതായിരുന്നു. മൂന്നാമത്, വലിയ അശുദ്ധി ഉണ്ടായ ആളുകളൊക്കെ സുബഹിന്റെ മുമ്പ് തന്നെ കുളിച്ച് വൃത്തിയാകുക. അതേ സമയത്ത് സുബഹി ബാങ്ക് കൊടുത്തതുകൊണ്ട് തന്നെ നോമ്പിന് തകരാറൊന്നുമില്ല. ജനാബത്ത് കുളിക്കാതെ സുബഹി ബാങ്ക് കൊടുത്തുപോയി എന്നതുകൊണ്ട് അന്നത്തെ നോമ്പ് ഒഴിവാക്കണ്ട, അതിന് യാതൊരു തകരാറുമില്ല. സുബഹി സ്കരിക്കാം, അത് നിർബന്ധമാണ്. എന്നാൽ നോമ്പിന്റെ ആദ്യം മുതൽക്ക് തന്നെ ശുദ്ധി ഉണ്ടാക്കുക എന്നത് പ്രത്യേകം സുന്നത്തായതുകൊണ്ട് സുബഹിന്റെ മുമ്പ് തന്നെ കുളി നിർവഹിക്കുക എന്നത് ശ്രദ്ധിക്കുക. നാലാമതായി, അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. ഹജ്ജിന് ഇഹ്റാം കിട്ടണമില്ല. ഇഹ്റാം കിട്ടുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. ഇഹ്റാം കെട്ടിയിട്ട് ഉണ്ടാക്കാൻ പാടില്ല, ഉപയോഗിക്കൽ ഹറാമാണ്. ഇവിടെ ഹറാമില്ലെങ്കിലും സുന്നത്തപ്പോഴാണ് നമുക്ക് അത്താഴത്തിന്റെ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുക. ആ സുഗന്ധം നമ്മൾ പള്ളിയിൽ വരുമ്പോൾ മണക്കുന്നതിനോട് ധാരാളമൊന്നുമില്ല. എന്നാൽ സുബഹിന്റെ ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല റമളാന്റെ പകലിൽ. പല ആൾക്കാരും വലിയ അത്തർ ഇങ്ങനെ അടിച്ച് പല സ്പ്രേ അടിച്ചിട്ടൊക്കെ വരാറുള്ളത്.
അത് നല്ലതല്ല. കാരണം നമ്മൾ ഈ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി ഒരു ക്യാമ്പിലേക്ക് വരിക, അള്ളാഹു വെച്ച ഒരു പ്രത്യേക പരിശീലന കളരിയിൽ. അപ്പൊ ആഖിറത്തിന് മുൻഗണന കൊടുക്കുക, ഭൗതിക ആഡംബരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന ഒരു ശുഭസൂചനയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഒഴിവാക്കുക. സ്ത്രീകൾ കണ്ണിൽ സുർമ ഇടാതിരിക്കുക, ഈ സുഗന്ധമുള്ള എണ്ണ പൗഡറുകൾ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ റമളാന്റെ പകലിൽ നമ്മൾ പാലിക്കേണ്ട അതബുകളിൽപ്പെട്ടതാണ്. ഇനി നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് അതബുകളുണ്ട്. അതിലൊന്ന്, സമയമായി എന്നുറപ്പായി കഴിഞ്ഞാൽ പെട്ടെന്ന് നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കലിനെ ഉളരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ വലിയ ഹൈറുണ്ട് എന്നാ പറയുക. കാരണം ഒരു ഇബാദത്ത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാകാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അടഞ്ഞിപ്പോ നിസ്കരിക്കുന്നതിന് മുമ്പ് തിന്നാ എനിക്ക് നിസ്കാരത്തിന് റാഹത്ത് പോല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളൊരു പുതിയതുണ്ടാക്കണം. നല്ലത് ആദ്യം നോമ്പുറക്കലാണ്. ആ നോമ്പുറനെ മുന്തിക്കുക, അതിനെ ഉളരിക്കുകയും ചെയ്യും. നോമ്പുറനെ ഉളരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ ബിദ്അത്തുകാർ തെറ്റിദ്ധരിച്ചു. ഓലെന്ത് ചെയ്യുക, മഗ്‌രിബിന്റെ ബാങ്കൻ 2 നേരത്തെ അടക്കാൻ. അങ്ങനെ ഉളരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. സമയമായാൽ പിന്നെ നിസ്കാരത്തിന് നിൽക്കാതെ പെട്ടെന്ന് നോമ്പ് തുറക്കാനാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ബാങ്ക് റമളാനിന് ശേഷം നേരത്തെ കൊടുക്കാനല്ല. അങ്ങനെ ആൾക്കാർ നോമ്പ് ഫസദാക്കുന്നവരുണ്ട്. അവരെ ബാങ്ക് ലേശം നേരത്തെ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് ആൾക്കാർ അത് കഴിഞ്ഞ് 2-3 മിനിറ്റ് ഉണ്ടായിരിക്കും ബാക്കിയുള്ള ബാങ്ക് വരിക. ഇതിനൊരു തെളിവാക്കണം എന്താ, നിങ്ങൾ വേഗം നോമ്പ് തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. സമയകഥ തുറക്കാൻ പറഞ്ഞൊന്നല്ല, സമയമായാൽ വേഗം നോക്കണം. അങ്ങനെ നമ്മൾ സമയമായതിന്റെ ഉടനെ പെട്ടെന്ന് നോമ്പ് തുറക്കും. നോമ്പ് തുറന്നിട്ട് നിസ്കാരം. അതേപോലെ തന്നെ നോമ്പ് തുറക്കുമ്പം ഏറ്റവും നല്ലതെന്താ, ഈത്തപ്പഴമാണ് ഏറ്റവും നല്ലത്. കാരക്കാരനെ ഈ ഉറച്ചതിനല്ലോ പറയാ. ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചയായിട്ടുണ്ട്, അതാണ് റത്തുബ്. അതുകൊണ്ട് നോമ്പ് തുറക്കലാണ് കൂടുതൽ നല്ലത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ 2ാം സ്ഥാനത്താണ് ഉണങ്ങിയ കാരക്ക. അതും കിട്ടിയിട്ടില്ലെങ്കിൽ പച്ചവെള്ളം. ഏതാണെങ്കിലും 3 എണ്ണം കൊണ്ട് തുറക്കലാണ് നല്ലത്. 3 അറക്ക് പച്ചവെള്ളം, 3 കാരക്ക, 3 ഈത്തപ്പഴം. ഇങ്ങനെ തിന്നുകൊണ്ട് നോമ്പ് തുറക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവണം എന്നാണ് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലിസ്വാഇമി ഫർഹത്താനി, ഫർഹത്തുൻ ഇൻദ ഫിത്രി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്താണ്. അതിന്റെ ഒരർത്ഥമാണ്. വേറെ അർത്ഥം ഇൻദ ഫിത്രി എന്ന് പറഞ്ഞാൽ ഈദുൽ ഫിത്ർ ആഘോഷം ാണ് 30 പൂർത്തിയായിട്ട്. അല്ല, ഓരോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാകുക. ഈ പൊരിച്ചും കരിച്ചും കണ്ടിട്ടുള്ള സന്തോഷമാണോ? അതല്ല. പിന്നെ ഏതാ? അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി ഒരു നോമ്പ് പൂർത്തിയാക്കിയല്ലോ, ആ സന്തോഷം. അപ്പൊ ആ സന്തോഷത്തോടെ ഉടനെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദിക്ർ ചൊല്ല, ബിസ്മി ചൊല്ലിയിട്ട് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ പിന്നെ നോമ്പ് തുറക്കാനുള്ള സാധനം തിന്നുന്ന സമയത്ത് അല്ലാഹുമ്മ ലക സംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് നോമ്പ് തുറക്കുക. വെള്ളവും കൂടി കുടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ദഹബല്ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്നും കൂടെ പറഞ്ഞ് ആ നോമ്പ് റാഹത്തോടെ സന്തോഷത്തോടെ നമ്മൾ പൂർത്തിയാക്കാൻ. ഇങ്ങനെ ഈ റമളാനിലെ പരിശീലന കളരിയിലെ നോമ്പ് വളരെ കൃത്യമായി പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കാം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ നിശ്ചയിച്ച പ്രത്യേകമായ ഒരു കർമ്മമാണ് വസനൻതു ലക്കും ഖിയാമ. നിങ്ങൾക്ക് ഞാൻ ഈ മാസത്തിൽ പ്രത്യേകം സുന്നത്താക്കി തന്നിരിക്കുന്ന ഈ മാസത്തിലെ തറാവീഹ് നിസ്കാരം, അത് ഈ മാസത്തിലേക്ക് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ ഒരു കർമ്മ. ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ നെല്ലിക്കുസ്താദ് പറയാറുണ്ട്, ബിദഅത്തുകാരുടെ തറാവീഹ് നിസ്കാരം പെരപ്പന്റെ പുതപ്പോലായിട്ടുണ്ട്. അതെന്താ? അയാൾക്ക് ഉടുക്കാനും പുതക്കാനും കുളിക്കാനും വിരിക്കാനും അങ്ങാടി പോകാനൊക്കെ ആകൊരു പുറത്ത് ഇതുപോലെയായിട്ടുണ്ട് ഇപ്പൊ ചിലരുടെ തറാവീഹ്. അവർ പറയുന്നത് വിത്ർ എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും ഖിയാമു റമദാൻ എന്ന് പറഞ്ഞാലും ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും ഒക്കെ ഇത് തന്നെയാണ്. അത്ര ഈ 8 റക്അത്ത് തന്നെയാണ്. അവിടേക്ക് ഇപ്പൊ റമദാനിൽ നിസ്കാരമില്ലാത്ത കോലത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസനൻതു ലക്കും ഖിയാമ, റമദാനിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം നിസ്കാരം സുന്നത്താക്കിയിരിക്കുന്നു. ആ നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിസ്കരിച്ചത് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. 3 ദിവസം നബി നിസ്കരിച്ചു. 4ാമത്തെ ദിവസമായപ്പോൾ പള്ളിയിൽ സ്ഥലമല്ല, ആളുകൾ തടിച്ചുകൂടിയില്ലേ. റസൂലുള്ളാഹി അന്ന് വന്നില്ല. പുറത്തുനിന്ന് കുറെ ആൾക്കാർ റൂമിന്റെ അടുത്തുനിന്ന് ഒച്ചുണ്ടാക്കി തൊണ്ട ശബ്ദിച്ചൊക്കെ നോക്കി. നബി തങ്ങൾ ഇറങ്ങില്ല. സുബഹിക്ക് പിന്നെ പള്ളിയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വന്നതും നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്.
ഞാൻ മനഃപൂർവ്വം ഇറങ്ങാതിരുന്നതാ. നിങ്ങൾ ഈ ഉന്മേഷവും ആവേശവും കണ്ടിട്ട് അള്ളാഹുത്താലെങ്കിലും ഇതെങ്ങനെ ഒരു നിർബന്ധാക്കിയാലോ പിന്നെ നിങ്ങൾക്ക് ഈ ആവേശം ഉണ്ടാവാതെ പോകും. നിങ്ങളെ പിന്മുറക്കാരെ കാര്യമാണ് നോക്കുക. അപ്പൊ അതൊക്കെ ബേജാറായിട്ട് തൽക്കാലം ഞാൻ ഇറങ്ങാതിരുന്നതാണ് എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരോടും അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ സംഘങ്ങളായും അവർ കൂട്ടായും ഒറ്റക്കൊക്കെ നിസ്കരിക്കലാണ് പതിവ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത്രയും ദിവസം നിസ്കരിച്ചെങ്കിലും ആ നിസ്കാരത്തിൽ എത്ര റക്അത്താണ് നബി തങ്ങൾ നിസ്കരിച്ചത് എന്ന് സ്വഹീഹായ ഒറ്റ ഹദീസിലും വന്നിട്ടില്ല. പിന്നെ നമുക്ക് അവിടെ എന്തേ മാർഗമുള്ളൂ? അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിസ്കരിച്ചവരാരാ? അവരെ പരിശോധിക്കാനേ നിവൃത്തിയുള്ളൂ. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരുപാട് മഹാന്മാർ അവരൊക്കെ അന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കരിച്ച മഹാന്മാര് അന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ കാലായപ്പോ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിന്റെ ശേഷം 2 കൊല്ലമാണ് ഭരണം നടത്തി. അന്ന് ഇങ്ങനത്തെ കാര്യങ്ങളെ പുനഃക്രമീകരിക്കാനൊന്നുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. കാരണം അന്ന് യുദ്ധത്തിന്റെ അയലുകാര് സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞവര്, മുസൈലിമത്തുൽ കദ്ദാബിന്റെ ടീം, പല ജാതി ആൾക്കാർ ഷെറുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അന്ന് രാഷ്ട്രത്തിന്റെ മുഖ്യ അജണ്ട. സിദ്ദീഖ് തങ്ങൾ ആ 2 കൊല്ലം അതിന് ചെലവാക്കി. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം നാട് സമാധാനത്തിലേക്ക് വന്നപ്പോൾ മഹാനവറുകൾ പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ഒരാളെ കൂടെ കുറെ ആൾക്കാർ അവിടെ ഒരു ജമാഅത്ത്, ഇപ്പുറത്ത് വേറൊരു ജമാഅത്ത്, അപ്പുറത്ത് വേറൊരു ജമാഅത്ത്. ഇത് കണ്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നിസ്കരിച്ചതുപോലെ നമുക്കിതെല്ലാം കൂടി ഒരു ജമാഅത്തായി നിർവഹിച്ചാൽ അതല്ലേ ഏറ്റവും ഉത്തമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പേടിച്ച കാര്യം ഇനി പേടിക്കാനില്ലല്ലോ. റസൂലുള്ളാഹി വഫാത്തായതുകൊണ്ട് ഇനി നിർബന്ധാക്കൂല ഈ നിസ്കാരം, അത് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ സ്വഹാബികളും അംഗീകരിച്ചുകൊണ്ട് തറാവീഹ് ജമാഅത്തായി, ഒറ്റ ജമാഅത്തായി പുനഃസ്ഥാപിച്ചു. ഇത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. അത് അനിഷേധ്യമായി പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു തന്നു. വകാനൂ യഖൂമൂന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബി ബി20 റക്അ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ 20 റക്അത്തായിരുന്നു സ്വഹാബത്ത് നിസ്കരിച്ചിരുന്നത്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുവത്ത ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പാരമ്പര്യമാണ് ഇന്ന് മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലുമൊക്കെ 20 തന്നെ നിസ്കരിക്കുന്നത്. ചില പള്ളികളിലും ചില ആളുകളും 8 കൂടുതൽ നല്ലതെന്ന് പറയുന്നുണ്ടല്ലോ. അത് പിന്നെ എങ്ങനെ വന്നതാണ്? ആ പറച്ചിലിന്റെ മാനദണ്ഡം അവരും നമ്മളും സ്വഹാബാക്കൾക്ക് നൽകുന്ന പരിഗണനയിൽ നിന്നാണ് ഈ മാനദണ്ഡം വേർതിരിയുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രവർത്തനത്തിൽ നമുക്കൊരു വിഷയത്തിന്റെ വിശദീകരണം കാണുന്നില്ലെങ്കിൽ പിന്നെ സ്വഹാബത്തിന്റെ പ്രവർത്തനമാണ് നമ്മൾ അവിടെ പരിശോധിക്കേണ്ടത്. അതാ സുന്നത്തിയമായിട്ട് 4 മദ്ഹബിന്റെയും മാനദണ്ഡം. അതുകൊണ്ട് 4 മദ്ഹബിലും 20 റക്അത്തിൽ കുറഞ്ഞ തറാവീഹില്ല, സ്വഹാബത്തിനെ മാതൃകയാക്കി. എന്നാൽ സ്വഹാബത്തിന്റെ പ്രവർത്തനം നോക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മാത്രമേ നമ്മൾക്ക് സുന്നത്തിന് പരിഗണിക്കാൻ പറ്റുള്ളൂ എന്ന് പിന്നെ മാനദണ്ഡമായി സ്വീകരിക്കുന്നവരായതുകൊണ്ടാണ് ബിദ്അത്തുകാര് നബി നിസ്കരിച്ചത് 1 റക്അത്തിൽ 8 റക്അത്ത് എന്ന് വന്നിട്ടുണ്ട്, അത് ബുഖാരിന്റെ ഹദീസിലുമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരതിന്റെ പിന്നാലെ കൂടിയത്. അപ്പൊ നമ്മളതിന് മറുപടി പറഞ്ഞു, നമ്മളെ ഇമ്മത്ത് അത് തറാവീനെ പറ്റി വന്ന ഹദീസല്ല. കാനു ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാകാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലും അല്ലാത്തപ്പോഴും നബി 11നേക്കാൾ ഏറ്റാറില്ലായിരുന്നു എന്നാണ് ആ ഹദീസ്. അത് റമളാനിലും അല്ലാത്തപ്പോഴുള്ള ഒരു നിസ്കാരത്തെ പറ്റിയാണ്, അത് തറാവീനെ പറ്റിയല്ല. അത് വിത്റാണ്, അത് ലോകത്ത് തർക്കല്ല. റമളാനിലും അല്ലാത്തപ്പോഴൊക്കെ കൂടിയ 11ആണ്. വിത്റിനെ കൊണ്ടുവന്ന് തറാവീഹ് ആക്കരുത് എന്ന് നമ്മൾ മറുപടി പറഞ്ഞപ്പോഴാണ് അവസാനം അവരെന്തായത് എരപ്പന്റെ പോലെ ആയത്. വിത്ർ എന്ന് പറഞ്ഞാലും തറാവീഹ് എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും ഖിയാം റമളാൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നാണെന്നുള്ളിടത്ത് എത്തിയത്. ഈ മറുപടി വായടപ്പനായപ്പോഴാണ് നേരത്തെ ഇവരും മദ്രസ പഠിപ്പിച്ചത് തറാവീഹ് എന്ന് പറഞ്ഞാൽ റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ്, അത് 2 റക്അത്തിൽ തന്നെ സലാം വീട്ടൽ നിർബന്ധമാണ്, അത് 20 റക്അത്താണ് എന്ന് 1970-കൾ വരെ മദ്രസ പാഠപുസ്തകത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയും പലരും
അങ്ങനെ നിസ്കരിച്ച് മരിച്ചുപോയവരുണ്ട്. അത് പിന്നീട് ബിദഅത്താണെന്ന് പറയുകയും സുന്നത്ത് എട്ടാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളാണ് ഇപ്പം. അവരിൽ നിന്ന് നല്ലൊരു വിവാഹം പുതുതായി അതല്ല 20 തന്നെയാണ് സുന്നത്ത് എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതിന്റെ പിന്നാലെ നിൽക്കാതെ സ്വഹാബത്ത് കാണിച്ച മാതൃകയിൽ തന്നെ നമ്മൾ 20 റക്അത്ത് തറാവീഹ് അതൊരു പരിശീലനത്തിന്റെ ഭാഗമാണ്. ഒറ്റ ദിവസം ഒഴിവാകാതെ നമ്മൾ പങ്കെടുക്കുക എന്നതാണ് അതിന്റെ പ്രാധാന്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു പരിശീലന കളരിയിൽ വരുമ്പോൾ ഒരു ദിവസം അങ്ങനെ കാണും, പിറ്റേന്ന് കാണുന്നില്ലെങ്കിൽ നമ്മളെ സൈന്യത്തിലേക്ക് എടുക്കുക. എല്ലാ ദിവസവും നമ്മളെ കാണണ്ടേ? അതിനാൽ ഇനി അങ്ങോട്ടുള്ള ഒരൊറ്റ തറാവീഹും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന് വിഘാതമാകുന്ന ഒരു നോമ്പ് തുറ, അതിന് തടസ്സമാകുന്ന ഒരു സ്വലാത്ത്, ഒരു ദിക്ർ, ഒരു വഅള്, ഇതൊന്നും നമ്മൾ ചിന്തിക്കരുത്. ദിക്റും സ്വലാത്തും ഒക്കെ വേണം, റമദാനിൽ വലിയ പുണ്യമുള്ളതാണ്. പക്ഷെ അതിനൊക്കെ പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണം, തറാവീഹ് എവിടുന്ന് കിട്ടും. റമദാനിലെ പ്രത്യേക പരിപാടി ഒഴിവാക്കിയിട്ട് നമ്മളൊരു ദിക്ർ ഹൽക്കെ പങ്കെടുത്തുകൊണ്ട് കാര്യമല്ല. തറാവീഹും കൂടെ നമ്മൾ നിർവഹിച്ചിട്ട് അതിൽ പങ്കെടുക്കുന്ന ശീലമാണ് ഉണ്ടാക്കേണ്ടത്. മൂന്നാമതായി ഈ മാസത്തിൽ റസൂലുള്ളാഹി നമുക്ക് തന്ന പരിശീലനത്തിന്റെ മറ്റൊരു പ്രവർത്തനം എന്താ? ഇത് പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. നമ്മൾ ഒരുപാട് തവണ കേട്ടൊരായത്താണ്. പക്ഷെ എന്താണ് ഈ ഖുർആന്റെ അവതരണം എന്ന് പറഞ്ഞാൽ? 2 അവതരണമുണ്ട്. ഒന്ന് ഫാത്തിഹ മുതൽ റബ്ബിന്നാസ് വരെ ലൗഹുൽ മഹ്ഫൂദ് എന്നൊരു ലോക കമ്പ്യൂട്ടറും, ആ കമ്പ്യൂട്ടറിൽ അള്ളാഹ് രേഖപ്പെടുത്തി വെച്ചത് ഇന്നത്തെ മുസ്ഹഫിലുള്ള അതേ ക്രമത്തിലാണ്. അത് ഒന്നിച്ച് 1-ാം ആകാശത്തിലുള്ള ബൈത്തുൽ ഇസ്സ എന്ന കേന്ദ്രത്തിലേക്ക് ഇറക്കിയതാണ് 1-ാമത്തെ അവതരണം എന്ന് പറയുന്നത്. ഈ 1-ാം ആകാശത്തിന്റെ പ്രത്യേകത എന്താ? ഭൂമിയുടെ കാര്യങ്ങളൊക്കെ അള്ളാഹ് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട്, മലക്കുകൾ. അവരാണല്ലോ പിന്നെ ഇടി, മിന്നി, കാറ്റിങ്ങനെ തുടങ്ങിയ നമ്മളെ റിസ്ക്, നമ്മൾക്ക് റൂഹ് ഇടുക, റൂഹ് തിരിച്ചു പിടിക്കുക, നമ്മളെ സംരക്ഷിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക, നമ്മളെ ദുആന്റെ സദസ്സിൽ വരിക, ഇതിനൊക്കെ ഏൽപ്പിച്ച മലക്കുകൾ. ഇവരൊക്കെ ഹെഡ് ഓഫീസുകളും അവരുടെ താമസ ക്വാർട്ടേഴ്സുകളൊക്കെ എവിടെയുള്ളത്? 1-ാം ആകാശത്താണ്. അവിടെ നമുക്ക് കഅബാലയം പോലെ ഒരു പവിത്രമായ വീട് വെൽക്കുന്നുണ്ട്, അതിന്റെ പേര് ബൈത്തുൽ ഇസ്സാണ്. അവിടേക്കാണ് ആദ്യം ഖുർആൻ ഇറക്കുന്നത്. അതാ നമ്മളൊക്കെ കാണാതെ പഠിച്ച ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രിയിൽ ഖുർആനെ ഞാൻ ഇറക്കിയെന്ന് അല്ലാഹ് പറഞ്ഞത്. വേറൊരു അവതരണമുണ്ട്. അതേതാ? ഈ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 കൊല്ലക്കാലം കൊണ്ട് അല്പാൽപമായി അവതരിപ്പിച്ചു കൊടുത്തത്. അതിന്റെ തുടക്കമുണ്ടായതെന്നാ? മുത്തുനബിക്ക് 40 വയസ്സും 6 മാസവും 6 ദിവസവും പൂർത്തിയായ അന്ന് പരിശുദ്ധ റമളാൻ 17-ാം രാവ് അവിടുന്ന് ഹിറാ പർവ്വതത്തിന്റെ ഉച്ചിയിലിരിക്കുമ്പോൾ നസലൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് അവതരിപ്പിക്കുന്നു. ഇന്നാ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയ 5 ആയത്ത്. ആ അവതരണം എന്ന് തന്നെയാണ്? റമളാനിലാണ്. അപ്പൊ 2 അവതരണം ഉണ്ടായത് റമളാനിലാണ്. അതുകൊണ്ടാണ് ഈ പരിശീലന കളരിക്ക് റമളാനെ അള്ളാഹ് തെരഞ്ഞെടുത്തത്. അതാണ് വിശുദ്ധ ഖുർആനും വിശുദ്ധ റമളാനും തമ്മിലുള്ള ബന്ധം. നമ്മൾ എന്താ ഈ മാസത്തിൽ ചെയ്യേണ്ടത്? 2 കാര്യം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. ഒന്ന് ഖുർആന്റെ പഠനമാണ്. ഖുർആന്റെ പഠനം റമളാനിൽ വലിയ പുണ്യമുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ റമളാനിലും ഖുർആൻ ക്ലാസ് എടുക്കാൻ നബി തങ്ങൾ അടുത്ത് വരാറുണ്ട്. അവസാനം അവിടുന്ന് വഫാത്തായ കൊല്ലം 2 തവണ അത് പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന്. എല്ലാ കൊല്ലവും ഫാത്തിഹ മുതൽ അവസാനം വരെ അന്നെത്രയാണ് ഇറക്കിയത് അത് മുഴുവനും പഠിപ്പിച്ചു കൊടുത്ത് സംശയം തീർക്കുന്ന രീതിയാണ്. അവസാനത്തെ കൊല്ലം ആദ്യം മുതൽ അവസാനം വരെ 2 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓതി കേൾപ്പിക്കുകയും വിശദീകരണം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ റമളാൻ ഖുർആൻ പഠനത്തിന്റെ മാസമാണ്, പാരായണത്തിന്റെ മാസവും കൂടിയാണ് റമളാൻ. ഖുർആൻ ഓതുക. സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർക്ക് ഖുർആനിലിറങ്ങി ഗവേഷണം ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്കില്ല, അക്ഷരാഭ്യാസമല്ല. നമ്മൾ അലിഫും ബാവും ശരിക്കും പഠിക്കാത്ത ആളുകൾ നമ്മൾ ഗവേഷണത്തിന് പോയി ആയത്തുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല, ഭ്രാന്തി എന്നാണ് അതിന്റെ പേര്. നമുക്കുള്ളത് എന്താ? ഖുർആൻ ഓതി പുണ്യം നേടും. അത് പുണ്യം നേടാൻ വേണ്ടി തന്നെയാണ് ആ വേദഗ്രന്ഥത്തിന് അള്ളാഹ് പേര് തന്നെ ഖുർആൻ ഓതപ്പെടുന്നത് എന്നാണ് അതിന്റെ പേര്. അത് നമ്മൾ പാരായണം ചെയ്ത് പുണ്യം കൊയ്യാൻ ഏറ്റവും നല്ല മാസമാണ് റമളാൻ. അതിന് നമ്മളൊരു പ്രായോഗിക രീതിയൊക്കെ കാണും. ഇത് ഓതിയാൽ നമ്മുടെ ഖൽബ് നന്നാവാനാണിത്.
അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസാബഹുൽ മാഉ. മനുഷ്യന്റെ ഹൃദയം പാപം ചെയ്യുമ്പോൾ അത് കറ പിടിക്കും, തുരുമ്പ് പിടിക്കും. ഏതുപോലെ? ഇരുമ്പിൽ വെള്ളം തട്ടിയാൽ തുരുമ്പ് പിടിക്കുന്നത് പോലെ. ആ തുരുമ്പ് പിടിക്കുന്ന സമയത്ത് ഫമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, അതിന്റെ മരുന്നെന്താണ് നബി എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കസ്റത്തു തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ മാസത്തിലെ ഈ ചികിത്സ മനസ്സ് നന്നാവാനുള്ള ചികിത്സയുടെ ഭാഗമായി, അതോടൊപ്പം തിന്മയേക്കാൾ പുണ്യം വർദ്ധിപ്പിച്ചാലേ സ്വർഗത്തിലെത്തുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കുറുക്കു വഴിയായി, എളുപ്പ വഴിയായി ഏറ്റവും നല്ല കർമ്മം ഖുർആനോത്താണ്. അത് നമ്മൾ ചുരുങ്ങിയത് ഒരു 3 ഖത്തമെങ്കിലും നമ്മൾ ഈ റമളാനിൽ പൂർത്തീകരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഖത്തം എന്ന് പറഞ്ഞാൽ 30 ജുസ് ആണ്. ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 20 പേജാണ്, അഥവാ 10 കഷ്ണാണ്. 10 കഷ്ണം ഒരാൾക്ക് ഓതി തീർക്കാൻ ആകെ വേണ്ടത് ഒരു അരമണിക്കൂർ. ആർക്ക്? തപ്പിത്തടഞ്ഞ് ഓതുന്ന ഒരാൾ, നല്ല ഒഴുക്കിൽ ഓതുന്ന ഒരാൾക്ക് 20 മുതൽ 25 മിനിറ്റ് വരെ ഉണ്ടായാൽ ഒരു ജുസ് ഓതാം. ഒരു ദിവസം ഒന്നിച്ച് 1.5 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് 3 ജുസ് ഓതാൻ നിങ്ങളും ഞാനും ഒക്കെ വിചാരിച്ചാൽ അത് നടക്കാൻ പ്രയാസമാണ്. കാരണം നമ്മൾക്ക് അത്ര ഹിമ്മത്ത് കുറവാണ്. നമ്മൾ കുറച്ച് ഖുർആൻ ഓതാച്ച് തുടങ്ങി 2 പേജ് ആയാൽ പിന്നെ പൂട്ടിയാകും. കാരണം അപ്പോൾക്ക് നമ്മളെ ശരീരത്തിൽ ശൈത്താനല്ല, അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല, അയാൾ നമ്മളെ തന്നെ ഉണ്ട്. ശൈത്താന്മാരെ അറസ്റ്റ് ചെയ്ത് പുറമുള്ളതാണ്. നമ്മളെ ശരീരത്തിലുള്ള ശൈത്താൻ എന്ത് തരും? ഇങ്ങനെ ആക്കി ഉറക്ക് തരും. അതിന് പകരം ഒരു മംഗളത്തിന്റെ കോപ്പിയോ മനോരമന്റെ കോപ്പിയോ ഒക്കെ തിന്നു നോക്കാം, നമ്മളെ കയ്യിൽ എന്തൊരു ഉന്മേഷം ഉണ്ടാവും. എല്ലാ നോവലും വായിച്ച്, കഥകൾ നോക്കി, അതിൻ്റെതൊക്കെ പിന്നെ കാർട്ടൂൺ വായിച്ച്, പിന്നെ അതിന്റെ വില എത്രയെ നോക്കി, ഇങ്ങനെ സമയത്ര പിന്നെയും ബാക്കി, ഉന്മേഷം പിന്നെ ബാക്കിയാണ്. ഖുർആൻ ഓതാനെന്നല്ല, ഒരു പേജ് ഓതുമ്പോൾക്ക് തകരാറുണ്ടാവും. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഫൈദാ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പരിശുദ്ധ ഖുർആൻ ഓതാൻ ഒരുങ്ങുമ്പോ പിശാചിനെ തൊട്ട് അള്ളാഹിനോട് കാവലിനെ ചോദിക്കണം. ആത്മാർത്ഥമായി ഔദ്യോഗികമായിരിക്കണം നമ്മൾ ഖുർആൻ ഓതി തുടങ്ങേണ്ടത്. നമ്മൾ 1/2 മണിക്കൂർ ഓതാൻ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റമളാനിൽ 60 ഖത്തായിരുന്നു തീർക്കാറുള്ളത്. അള്ളാഹു കൊടുത്ത ബറക്കത്ത് കൊണ്ട് ഒരു 3 ജുസ് എങ്കിലും തീർക്കാൻ, ഖത്തമെങ്കിലും തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് മുഴുവനും നിസ്കാരത്തിലാണ്. ഈ 60 ഖത്തയുടെ നിസ്കാരത്തിലാണ്, അല്ലാതെ നമുക്ക് ഓത്തില്ല. അപ്പൊ രാത്രിയുള്ള തഹജ്ജുദിലും അല്ലാത്ത നിസ്കാരത്തിലും. കാരണം ഖുർആൻ ഓത്ത് നിരുപാധികം ഏറ്റവും പുണ്യമുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അത് നിസ്കാരത്തിലാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഏറ്റവും പുണ്യം നിസ്കാരത്തിലാണ്. അത് ഇമാമൊന്നും ഓതാൻ പാടില്ല. ബാക്കിലുള്ളവരെ നോക്കണം. മൗമൂമിങ്ങൾ ഇങ്ങനെ സലാം മുട്ടുമ്പോൾ ആരും ഉണ്ടാവില്ല. ഹത്തം തീർക്കാൻ നിന്നാലും ഇവിടെ പല തിരക്കുള്ള ഒരു യാത്രക്കാരും രോഗികളെത്തി നിൽക്കുന്നവരും പലരുമാണ്. അപ്പൊ അവരെ പരിഗണിച്ചിട്ട് ചെറിയ ഓത്താണ് പള്ളികളിൽ, പ്രത്യേകിച്ച് ടൗണുകളിലും വഴിയോരങ്ങളിലുള്ള പള്ളികളിൽ നടത്താൻ പാടും. ഗ്രാമങ്ങളിൽ ആ നാട്ടിൽ നിശ്ചിത മൗമൂമിങ്ങൾ മാത്രമേ വരുള്ളൂ എങ്കിൽ അവർ വാക്കാലെ സമ്മതിച്ചാൽ മാത്രം ഇമാമിനെ നീട്ടി നിസ്കരിക്കാം, അല്ലെങ്കിൽ നീട്ടാൻ പാടില്ല, അത് ഹറാമായിട്ട് മാറും. അതേസമയം നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമല്ലോ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഒത്തിരിയും നീട്ടാം. നമ്മളെ സ്വഭാവം നേരെ എതിരാളെ. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ആ പോയിന്റ് മാത്രം എടുത്തിട്ട് വേട് വരും. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ യാസീനോദാ, എനിക്ക് സൂറത്തിനോദാതിരിക്കാന്നുള്ളതാണ് നമ്മളെ ശീലം. കാരണം ഇത് വേറെ ആരും കാത്തിക്കണ്ടില്ല, മുഴുവൻ പോലും. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ഒഴിഞ്ഞിരിക്കും. അപ്പൊ നമ്മുടെ ജമാഅത്തിന് വരുന്ന സുന്നത്ത് അങ്ങനെ നീട്ടാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഇവിടെ കാമത്ത് കൊടുത്താൽ നിങ്ങൾക്ക് തക്ബീറത്തുൽ ഫളീലത്ത് കിട്ടൂല, ജമാഅത്ത് കിട്ടാതൊക്കെ പോകും. ഒറ്റയ്ക്ക് നമ്മൾ നിസ്കരിക്കുന്ന തഹജ്ജുദ് പോലുള്ള അല്ലെങ്കിൽ ളുഹ പോലുള്ള സുന്നത്ത് നിസ്കാരത്തിലൊക്കെ വേണമെങ്കിൽ കുറച്ച് നീട്ടുക. അവിടെ മനപ്പാടുള്ള യാസീൻ ഓതിയാൽ വലിയ പുണ്യാണ്. അവിടെ ഇത്രയും നമുക്ക് നീട്ടി നിസ്കരിക്കാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു റക്അത്തിൽ ഒരു ഖത്തം തീർത്ത മഹാനാണ്. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ ഒരു ഇരുത്തത്തിൽ ഒരു ജുസ് തീർക്കാൻ നിൽക്കണ്ട. ഒരു ചൊല്ല് മുതലായി 30 കാത്തോവർ, ഒരു കാൽമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒറ്റ നൃത്തത്തിൽ ഒരു ഖത്തം തീർത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഇരുത്തത്തിൽ ഒരു ജുസ് തീർക്കാൻ തീരുമാനിക്കുക. അള്ളാഹു നമുക്ക് ആഫിയത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ. 1/2 മണിക്കൂർ കൂടിയാൽ ഇരുന്ന് നമ്മൾ ഓതും. അതിന് ഏറ്റവും നല്ല ടൈം അതാ അത്താഴ സമയത്ത് ഒരു 3 മണിക്ക് എഴുന്നേൽക്കാം. എന്നിട്ട് നമ്മൾ ലേശം ഒന്ന് വിസർജനമൊക്കെ നടത്തി പ്രാഥമിക കർമ്മങ്ങൾക്ക് ശേഷം ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ച് ഒന്ന് ദുആ ചെയ്യുന്നു. പിന്നെ ഒരു 1/2 മണിക്കൂർ ഖുർആൻ ഓതും. പിന്നെ
പിന്നെ നമ്മൾ അപ്പോഴേക്ക് റസൂലുള്ള പറഞ്ഞ 50 ആയത്തിന്റെ കഥ ബാക്കി ഉണ്ടാവും. അതിൽ ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ സുബഹി ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്, വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് സുന്നത്ത് കഴിച്ച് പള്ളിയിൽ പോക്കാണ് കൂടുതൽ നല്ലത് എന്നാ. നമ്മളെ ഫർളിന്റെ കൂടെയുള്ള സുന്നത്ത് പുരയിൽ നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്നവർക്ക് അവിടുന്നാണ് കൂടുതൽ നല്ലത്. പുരയിലും നിസ്കാരം നടക്കണേന. ലുഹ ആണെങ്കിൽ അത് പള്ളിയിൽ നിന്നാണ് കൂടുതൽ അഫ്ളൽ. റവാത്തിബ് സുന്നത്തുകളൊക്കെ വീട്ടിൽ നിന്നാണ് അഫ്ളൽ. അപ്പൊ പുരന്റെ അടുത്ത് പള്ളിയുള്ളവർക്ക് സുബഹിന്റെ ബാങ്ക് കേട്ട് അവിടുന്ന് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഉടനെ കിടക്കരുത്. കാരണം റമളാൻ നമ്മൾ രാത്രി ഏതാനും കുറച്ച് ഉറക്കൊഴിക്കുന്ന ആളുകൾ. അപ്പം സുബഹി നിസ്കരിച്ചിട്ട് വേണമെന്ന് കിടക്കാനും നമ്മൾ വിചാരിക്കും. നിസ്കരിച്ച് ഉടനെ കിടക്കാൻ പാടില്ല എന്നാണ്. നമ്മളെ വന്യരായ സയ്യിദ് അലിബാബക്ക് തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മഹാനവറുകളെ ജീവിതം എപ്പോഴും നമ്മൾ കാണും. കൊടകിൽ പോയിട്ട് വന്നാലും രാത്രി വൈകി വളരെ വൈകി വീട്ടിലെത്തിയാലും സുബഹി നിസ്കരിച്ചാൽ ഉടനെ കിടക്കൂല. സൂര്യൻ ഉദിച്ചിട്ട് മഹാനവറുകൾ കിടക്കാറുള്ളൂ. അല്ലെങ്കിൽ അത് റിസ്ക് കുറക്കുമെന്ന് വരെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നല്ലതല്ല. അപ്പൊ നമ്മൾ സുബഹി നിസ്കരിച്ച ഉടനെ എന്ത് ചെയ്യുക? 1.5 മണിക്കൂർ ഓടുക. അങ്ങനെ 2 ഖത്തായിരുന്നു. 3ാമത്തെ ഖത്തം പറ്റുന്ന ആളുകൾക്ക് സുബഹി ളുഹറിന്റെ ജമാഅത്തിന് വരുമ്പം ഒരു ലേശം നേരത്തെ ഒരു 11:30 വന്നാൽ പരിസരത്തുള്ള കച്ചവടക്കാർക്കൊന്നും അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു 11:30 വന്നാൽ എനിക്ക് വെറുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? ഒന്ന് കിടക്കട്ടെ, അപ്പം വരാൻ അങ്ങനെയൊക്കെ പോരല്ലേ. അത് ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഒഴിവ് കിട്ടും, അല്ലാത്തവന്നിട്ട് ഒഴിവ് കിട്ടൂല. അങ്ങനെ വന്നിട്ട് ഒരു 2 റക്അത്തുള്ളൂ, വലിയ പുണ്യമുള്ള അത് നിസ്കരിച്ചതിന് ശേഷം 1.5 മണിക്കൂർ ഓതി ഒരു ജ്യൂസ് അവിടെ. അങ്ങനെ ഒരു കൃത്യനിഷ്ഠ വേണം. അല്ലെങ്കിൽ തീർക്കാൻ എന്ന് പറഞ്ഞാൽ തീർക്കാൻ തന്നെ. അത് തിരട്ടോ അങ്ങനെ തിരടലേ ഉണ്ടാവും, കൊടുക്കല്ലോ. ചില ആൾക്കാർ കടം വാങ്ങിയാൽ തിരട്ടോ എന്ന് പറയും, അത് കൊടുക്കൂല. കാരണം എന്താ? അത് തിരട്ട് ഇങ്ങനെ പോകല. അതിന് നമ്മൾ എങ്ങനെ കൊടുക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ചെയ്താൽ നമുക്കത് കൊടുക്കാൻ കഴിയും, ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു 3 ടേമിലായിട്ട് വെക്കുക. ഇനി 3ാമത്തെ നിങ്ങൾക്ക് പറ്റാത്ത സമയമാണെങ്കിൽ ളുഹറിന്റെ ശേഷം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെക്കുക. ഒരു ദിവസം ചുരുങ്ങിയത് 3. എന്നാൽ അൽഹംദുലില്ലാ 10 ദിവസം പിന്നിടുമ്പം തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ മീസാനിലതാ കിടക്കുന്ന ഒരു ഖത്തം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 30 ദിവസം കഴിയുമ്പം 3 ഖത്തം. അല്ലെങ്കിൽ എന്താ വരിക എന്നറിയുന്നത്? റമളാൻ തീരുമ്പം എത്ര പെട്ടെന്നാലേ റമളാൻ പോയത് കുപ്പായം അടിച്ചു കിട്ടിയിട്ടില്ല. നമ്മളെ ചിന്ത അവിടെ കുപ്പായം കിട്ടിയല്ലേ. റമളാൻ പോയതിന്റെ ഇബാദത്തിന്റെ കാര്യം എന്താണെന്ന് ആരും അവസാനം ചർച്ച ചെയ്യില്ല. പാന്റ് കിട്ടിയില്ല, കുപ്പായം കിട്ടിയില്ല. ഇത് നമ്മൾ ആലോചിക്കണം. തുടക്കത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തു പോയാൽ അവസാനം നമുക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ടാകും. അങ്ങനെ ഖത്തം തീർക്കുന്ന സമയത്ത് ചില മര്യാദകൾ അതുപോലെ ഞാൻ അതുകൂടി പറഞ്ഞ് നിർത്താം. എന്താണത്? ഒന്നാമതായി റമളാനിലല്ല നമ്മൾ ഖത്തം തീർക്കുന്നതെങ്കിൽ അന്ന് നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. ഖുർആൻ ഫുള്ളാക്കുന്ന അന്ന് ഒരു നോമ്പെടുത്തിട്ടാക്ക ഖത്തം തീർക്കൽ. രണ്ടാമതായി അന്ന് നമ്മളെ ബന്ധുക്കളെയും ഇഷ്ടക്കാരെയും ഒക്കെ വിളിച്ചു വരുത്തി ഒരു സദ്യ കൊടുക്കുക, അത് സുന്നത്താണ്. ഫതുഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടാൽ പോക്ക് നിർബന്ധം. അവിടെ ദീനിന് വിരുദ്ധമായതൊന്നും നടക്കുന്നില്ലെങ്കിൽ പോകൽ നിർബന്ധം. പിന്നെന്തെങ്കിലും കാരണം ഉണ്ടായാൽ നമുക്ക് വെറും കാരണമില്ലാതെ പോകാതിരിക്കാൻ പാടില്ല. കാരണം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കാരണം അവരെ ഓടിപ്പിച്ചാൽ മതി. അതേപോലെ തന്നെ സുന്നത്തായ വലായ്മകളുണ്ട്, സദ്യകളുണ്ട്. അതിന് ക്ഷണിക്കപ്പെട്ടാൽ പോക്ക് സുന്നത്താണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മഹാനവറുകൾ എണ്ണിയ സുന്നത്തായ സദ്യകളിൽ ഒന്ന് നമ്മളെ സുന്നത്ത് കല്യാണം, വേറെ ഒന്ന് പ്രസവിച്ച് എഴുന്നേൽക്കുമ്പോണ്ടാണ്. അപ്പൊ 40 കൂടിയൊക്കെ കഴിഞ്ഞാണ്ടല്ലോ ഒരു 40 കുടിച്ചിട്ട് അന്നൊരു സദ്യ കൊടുക്കല്. ഇതൊക്കെ ചില ആൾക്കാർ അനാചാരം എന്നല്ല. അതൊരു വലിയ തൗഫീഖല്ലേ. അല്ലാഹു തആല ഒരു പ്രയാസമില്ലാതെ പ്രസവിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ആഫിയത്തോടുകൂടെ വരുമ്പം അതിൽ ശുക്രായി നല്ല ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്. അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ പോക്കും സുന്നത്താണ്. വേറൊന്ന് മഹാൻ പറഞ്ഞു, വിദേശത്ത് പോയ ഒരാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ചിലർ വരുന്നോ അറിയില്ല, പോണോ അറിയില്ല, അങ്ങനെ പറ്റൂല. ഗൾഫുകാരൊക്കെ നാട്ടിൽ വന്നാൽ എന്തോ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം. പിന്നെ ഇങ്ങനെ ചെലവ് ചെയ്യണം ആള് ബാക്ക് കൂടും. അതിന് നിൽക്കണ്ട. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അവരൊന്ന് വിളിച്ചെന്തെങ്കിലുമൊക്കെ ഒരു സദ്യ ഇഷ്ടജനങ്ങൾക്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. അതിന് വിളിച്ചാൽ പോക്കും സുന്നത്തുണ്ട്. ആ കൂട്ടത്തിൽ മഹാൻ എണ്ണിയതാണ് ഖുർആൻ പൂർണ്ണമായും ഓതി ഖത്തം വഴങ്ങുന്ന ദിവസം ഉണ്ടാക്കുന്ന സദ്യയിലേക്ക് ക്ഷണിക്കപ്പെട്ടാലും പോക്ക് സുന്നത്താണ്. അതുകൊണ്ട് നമ്മൾ മരിച്ചോലെ പേരിലാണെങ്കിലും ഖുർആൻ ഓതിയിട്ട് അത് ഖത്തം ചെയ്യുന്ന ദിവസത്തിൽ പുണ്യകർമ്മമാണ് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി നടത്തുന്നത്. അതിലേക്ക് ക്ഷണിച്ചാൽ പോക്ക് സുന്നത്താണ്. ആ പുണ്യകർമ്മം നമ്മൾ ചെയ്യുന്നതോടൊപ്പം ഖത്തം വഴങ്ങുമ്പം ചില മര്യാദകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏറ്റവും ശ്രേഷ്ഠമേറിയ അമലുകളിൽപ്പെട്ടതാണ് അൽ ഹില്ലു വൽ യാത്ര അവസാനിപ്പിക്കുക, ഉടനെ തന്നെ യാത്ര തുടങ്ങുക. അത് വലിയ പുണ്യകർമ്മമാണ്.
അതെന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്തതുപോലെ സ്വഹാബത്തും ചോദിച്ചു, നബി എന്താണ് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ അർത്ഥം ഖുർആൻ ഓതി ഖത്തം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഖത്തം തുടങ്ങുക എന്നാണ്. അതാ യാത്ര നിർത്തിയ ഉടനെ യാത്ര തുടങ്ങുക. അതായത് ഫാത്തിഹ കൊണ്ട് തുടങ്ങി റബ്ബിനാസ് തീർന്നാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യരുത്? ഖത്തമിന്റെ പ്രാർത്ഥന തുടങ്ങരുത്. അതിനു മുമ്പ് ഫാത്തിഹ ഓതി അൽ-ബഖറയിൽ നിന്ന് അല്പവും കൂടി ഓതിയിട്ടായിരിക്കണം എന്ത് തുടങ്ങുന്നത്? ഖത്തമിന്റെ പ്രാർത്ഥന തുടങ്ങുന്നത്. ഖത്തമിന്റെ പ്രാർത്ഥന എന്ന വലിയ പുണ്യമുള്ള, പ്രതീക്ഷയുള്ള, ഇജാബത്ത് ഏറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഖത്തം വേണമെന്നില്ല. ഇമാം ദാരിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ ഖറഅൽ ഖുർആന സുമ്മ ദഅ, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതി പിന്നീട് ദുആ ചെയ്യുകയാണെങ്കിൽ അമ്മനലി ദുആഇഹി 4000 മലക്കിൻ, 4000 മലക്കളായിരിക്കും അവന്റെ ആ ദുആക്ക് ആമീൻ പറയാൻ വരിക. ഇവിടെ ഖത്തം തീർക്കാന്ന് പറഞ്ഞില്ലട്ടോ, മൻ ഖറഅൽ ഖുർആന, ഖുർആൻ ഓതി ദുആർന്നാ മതി. അപ്പൊ ഖുർആന്റെ എത്ര ഓതിയാലും അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. എവിടെയും നിങ്ങൾ നോക്ക്, നമ്മൾ ദുആർക്കാൻ ഒരുങ്ങുമ്പോൾ അൽ ഫാത്തിഹ, മയ്യത്തെടുക്കാൻ അൽ ഫാത്തിഹ, മയ്യത്തിന്റെ പോയോർത്ത് അൽ ഫാത്തിഹ, പുതിയാപ്പിള ഇറങ്ങുമ്പോൾ അൽ ഫാത്തിഹ, മൗലൂദ് തുടങ്ങുമ്പോൾ അൽ ഫാത്തിഹ, വാങ്ങ് തുടങ്ങുമ്പോൾ അൽ ഫാത്തിഹ, അല്ലേ? എല്ലായിടത്തും അൽ ഫാത്തിഹ. പിന്നെ നിസ്കാരത്തിന് ശേഷം അതിനെ നിങ്ങൾ അൽ ഫാത്തിഹ വിളിക്കാത്തത്? അത് ഫാത്തിഹ കൊണ്ട് ഒരു കളിയല്ലേ നിസ്കാരത്തിൽ? അതിന്റെ ശേഷമുള്ള സുഖമല്ലേ? ഫാത്തിഹയിലിപ്പോ ഫാത്തിഹ ഓതി തന്നെയല്ലേ എല്ലാ റക്അത്തും നിസ്കരിച്ച്, അതിന്റെ പുറകുള്ള ദുആ അതുകൊണ്ട് ഫാത്തിഹ അവിടെ ഉണ്ട്. എന്നാലും വെള്ളിയാഴ്ച പോലുള്ള ദിവസങ്ങളിൽ ഫാത്തിഹയും മറ്റുമൊക്കെ കൂടുതൽ ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. റബ്ബിൽ ഫലഖ് റബ്ബിന്നാസ് 7 വട്ടം വീതം ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെ ഫാത്തിഹ ഓതി ഖുർആൻ ഓതി ദുആ ചെയ്താൽ അതിന് 4000 മലക്കൾ ആമീൻ പറയുന്നു. ദ്വാരക്കുന്ന ഒരാളാണെങ്കിലും ആമീൻ പറ ഇത്ര ആൾ വരുന്നതുകൊണ്ട് നമ്മളെല്ലായിടത്തും ഫാത്തിഹ. എന്നാൽ ചില ആൾക്കാർ എന്താ എനിക്കറിയില്ല, അൽ ഫാത്തിഹ എന്ന് കേട്ടാ എഴുന്നേറ്റ് പോകും. എന്നിട്ട് നമ്മളോട് പറയും, നിങ്ങൾ ദ്വാരക്കിനെ നമ്മൾ കതിർക്കും, നിങ്ങൾ ഫാത്തിഹ വിളിച്ചിട്ടാണ് നമ്മളവിടെ ഇരിക്കാത്തത്. ഫാത്തിഹ വെച്ചെന്തിനാ നിങ്ങൾ നിൽക്കണം? മലക്കൾ വന്നിട്ടാ? മലക്കൾ വരുന്നവർക്ക് ആരും നിൽക്കൂലെന്നുണ്ട്, ശൈത്താൻ നിൽക്കൂല. പിന്നെന്തിനാ മനുഷ്യന്മാർ നീച്ചു പോണത്? ശൈത്താനായിട്ട് എന്തോ ബന്ധമുണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് വിഷമല്ല. പക്ഷെ അത് നല്ല ലക്ഷണമല്ല. ഖുർആൻ ഒരു ദുആ ചെയ്താൽ അതിന് ഏറ്റവും സ്വീകാര്യത ഉണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബറുമ്പുറത്ത് നിങ്ങൾ മയ്യത്തിന്റെ അടുത്ത് ചെന്നാൽ, ഖബറുമ്പുറത്ത് ചെന്നാൽ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് സാധ്യമായ അത്ര നിങ്ങൾ ഓതണം. ഖത്തം തീർക്കാൻ പറ്റുമോ? ഖത്തം തീർക്കാൻ അവിടെ നിന്ന് എന്നിട്ടാ ദുആ ചെയ്യേണ്ടത്. അതിന്റെ കാരണം എന്താ? ഇന്നത്തെ മുഴുവൻ പഠിപ്പിച്ചത് ഖുർആൻ ഓതി ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തള്ളിക്കളയൂല. 4000 മാലാഖമാരെ ശുപാർശ ആ പ്രാർത്ഥനക്കുണ്ട്. അതുകൊണ്ട് ഫാത്തിഹ വിളിച്ച് നമ്മൾ ദുആർക്കുന്നു. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ്. ഇതിന്റെ കാര്യം റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു വന്നതാണ്. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥനയിൽ ബന്ധുക്കളെയും കൂട്ടുകാരൊക്കെ വിളിക്കുക. ഉമ്മമാര് വീട്ടിൽ വെച്ച് ഖത്തം പൂർത്തിയാക്കിയാൽ ഭർത്താവും മക്കളെയൊക്കെ കൂട്ടി വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മളും ഭാര്യമാരെയും കുട്ടികളൊക്കെ അടുത്തേക്ക് വിളിച്ച് ദ്വാരക്കുക. ഒറ്റക്കാക്കരുത്. നല്ല മനുഷ്യന്മാരാരെങ്കിലും ക്ഷണിക്കാൻ പറ്റുമെങ്കിൽ അവരെ വിളിക്കുക. ചെറിയൊരു സദ്യ ഉണ്ടാക്കുക. അങ്ങനെ 3 10 3 ഖത്തം തീർത്ത് പരിശുദ്ധ ഖുർആനിന്റെ റമളാനുമായുള്ള ഈ ബന്ധം നമ്മൾ പരിഗണിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണം. ഈ പരിശീലനം കുറച്ച് പ്രയാസം ഉണ്ടാകും. അതൊരു പ്രയാസമാണ് നമ്മൾ കരുതണ്ട. അള്ളാഹു 2 നിലക്ക് നമുക്ക് സമാധാനത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. സാധാരണ നമ്മൾ പള്ളിയിൽ നിന്ന് മുത്തഅല്ലിമീങ്ങൾ ഉറുദി പറയാൻ ആദ്യം ഓതുന്ന ആയത്ത് നമുക്ക് കാണാപാടുണ്ടാവും. അത് കേൾക്കുമ്പോൾ നമ്മൾ നീക്കല, അതെന്താ അത് നമുക്കറിയാമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അതിന്റെ സാരം നമ്മൾ ചിന്തിച്ചിട്ടില്ല. അള്ളാഹ്ക്ക് ഇപ്പൊ എന്ത് പറഞ്ഞാൽ മതി? നോമ്പ് വെൽക്കണമെന്ന് പറഞ്ഞാൽ പോരെ? അള്ളാഹ് നോമ്പ് നിർബന്ധാക്കാൻ വേണ്ടി ആദ്യം ആമുഖം പറയാം, മോമിനീങ്ങളെ നിങ്ങൾക്ക് നമ്മൾ നോമ്പ് നിർബന്ധാക്കി. ഇത് നിങ്ങളെ മുൻഗാമികൾക്കൊക്കെ നിർബന്ധമാക്കിയ സംഗതി തന്നെയാണ് കേട്ടോ. എന്തിനാ അങ്ങനെയൊക്കെ തുടങ്ങുന്നത്? അത് നമ്മളെ സമാധാനിപ്പിക്കാൻ. സംഗതി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കണം. അള്ളാഹ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് നമ്മൾക്ക് വേറെയും കുറെ ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് വരുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. നമ്മളിപ്പോ റോട്ടിൽ ഇങ്ങനെ ഇറങ്ങിക്കുക, നമ്മളൊരു ബസ് കാത്തിക്കാൻ, അങ്ങനെ അവിടെയുള്ള ഒരു ചെളിക്കുണ്ടിലേക്ക് ഒരു KSRTC വന്ന് പതുക്കാട് ചാടി. ആ ചായയുടെ നിറമുള്ള ചെളിവെള്ളം നമ്മളെ ശരീരത്തിലേക്ക് ഒന്നായിട്ട് എടുത്ത് തെറിച്ചാൽ എന്തേക്കും നമ്മളെ അവസ്ഥ? അപ്പൊ നമ്മളിങ്ങനെ ആകെ സൈക്കിളിൽ നിന്ന് വീണമായി ഇങ്ങനെ ചിരിച്ച് പിന്നെ ഒന്ന് നോക്കുതാരം കണ്ടണം. അപ്പൊ തങ്ങളെ മേക്കൊണ്ട് മറ്റെല്ലാവരുടെ മേലും ആയിട്ടുണ്ട്.
അപ്പൊ നമുക്ക് എന്തായി? കമാ കുത്തിബാലല്ലതിനും കബലിക്കും, മറ്റുള്ളവർക്കൊക്കെ കിട്ടിയതുപോലെ ആയപ്പോ നമുക്കൊരു സമാധാനം. ഇനി നമുക്ക് വേണമെങ്കിൽ ഓരും കൂട്ടിയൊരു സമരത്തിനൊക്കെ ഇറങ്ങാം. നമ്മൾ മേലും ഒറ്റക്കാണെങ്കിലോ മിണ്ടാതെ അറിഞ്ഞ് പോണ്ടിരൂലേ? അപ്പം വേറുള്ളവർക്കും കൂടി ഉള്ളൊരു സംഗതിയാണെന്ന് പറയുമ്പോൾ നമുക്കതൊരു ധൈര്യവും ഒരു ആത്മധൈര്യവും ഒക്കെ കിട്ടും. ഇതുപോലെ മറ്റൊരിടത്ത് അല്ലാഹു തആല നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നിങ്ങൾ നോമ്പ് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അതിന്റെ ഷർത്ത് പറലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാ, ഇതൊക്കെ പാടെ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ പീഡിപ്പിക്കുകയാണ്, ബുദ്ധിമുട്ടാക്കുകയാണെന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് എളുപ്പവും സുഖവും സന്തോഷവുമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമുക്ക് ചെറിയൊരു കുട്ടിയുടെ മനസ്സാണ്. ഒരു ചെറിയ കുട്ടിയുടെ കാലിന് ഒരാണി കയറിയാൽ അതിന്റെ വേദന കൊണ്ട് പൊളയുമ്പോൾ നമ്മൾ ആ കുട്ടിയെ കൊണ്ടുപോയി എവിടെയാക്കുക? ഒരു ഡിസ്പെൻസറിയിൽ, ആശുപത്രി കൊണ്ടുപോകും. ആശുപത്രി കൊണ്ടുപോയാൽ ഡോക്ടർക്ക് എന്താ ആദ്യം ചെയ്യുക? വേറൊരു കമ്പി എടുത്തിട്ട് ഒരു കുത്തൂടിയും കൊടുക്കൂലേ? അപ്പൊ ഈ കുട്ടി എന്താ ചിന്തിക്കുക? എന്തൊരു ദയയില്ലാത്തവരാണ് എന്റെ ഉമ്മയും ബാപ്പി ഈ ഡോക്ടറും, അല്ലേ? കാലിനൊരു കമ്പി കുത്തി വേദന അസഹ്യമായപ്പോൾ ഇപ്പൊ അവരെ വക വേറെ ടീറ്റി അടിക്കാൻ നമ്മൾ വേറൊരു കമ്പി എടുത്ത് കുത്തുകയാണ്. ഇത് എന്തൊരു ദയയില്ലാത്ത ഏർപ്പാടാണ്. എന്താ ഇപ്പൊ രക്ഷിതാക്കളെ മറുപടി? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ എന്ന് പറഞ്ഞ മറുപടി നിങ്ങളെ വേദനിപ്പിക്കലല്ല, ഒരു പക്ഷേ കാലിനെ മുറിച്ച് കളയേണ്ട അവസ്ഥ വരുമായിരുന്നു. അതിൽ നിന്ന് ചെറിയൊരു വേദന തന്ന് സ്ഥായിയായ ഒരു പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കുകയാണ്. അതിനാൽ സ്വർഗത്തിൽ തടസ്സമില്ലാത്ത ഭക്ഷണം, എല്ലാ സജ്ജീകരണങ്ങളും. പക്ഷി പറക്കുമ്പോൾ മുത്തുനബി പറയാ, അതിന്റെ സൗന്ദര്യവും അതിന്റെ ശരീരവും ഒക്കെ കാണുമ്പോൾ സ്വർഗവാസി അതിലേക്ക് നോക്കി ആഗ്രഹിക്കത്രേ, ആ പക്ഷിനൊന്ന് കിട്ടിയില്ലെങ്കിൽ. വിചാരിക്കുമ്പോഴേക്കതാ ചുടപ്പെട്ട വിധത്തിൽ അവന്റെ മുന്നിലേക്ക് ആ പക്ഷി വന്ന് വീഴുന്നു. അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. ഇവിടുന്നൊക്കെ ചുട്ട കോയി മറ്റേ കോയി എന്നൊക്കെ പറഞ്ഞ നാവണക്കുന്ന ആളുകളെ നിങ്ങൾ ആലോചിച്ച്, സ്വർഗത്തിൽ ഇത് അങ്ങനെ വരിക, വിചാരിക്കുന്നവർക്ക് വരികയാണ്. അങ്ങനത്തെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷിക്കാൻ പറ്റണമെങ്കിൽ എന്തോ വേണം? ഇപ്പം തിന്നരുതെന്ന് പറഞ്ഞ സമയത്തൊന്ന് തിന്നാതിരിക്കുക, കുടിക്കരുതെന്ന് പറഞ്ഞ സമയത്ത് കുടിക്കാതിരിക്കുക, പറയരുതെന്ന് പറഞ്ഞത് പറയാതിരിക്കുക. അങ്ങനെ നമ്മൾ ആ അച്ചടക്കമൊക്കെ പാലിച്ച് മനസ്സ് നന്നാക്കി പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് തറവാട്ടിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം. അർഹമുർ-റാഹിമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا الله. സാധുക്കളായ നിങ്ങളെയും മജ്‌ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ പറഞ്ഞ നല്ല കാര്യങ്ങൾ പറഞ്ഞവർക്കും കേട്ടവർക്കും ജീവിതത്തിലേക്ക് പകർത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സ് ചെയ്തു കൂട്ടിയ പാപങ്ങൾ കൊണ്ട് കറപുരണ്ട് കിടക്കുന്നു. ഈ വിശുദ്ധ റമളാനിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ഖൽബ് നീ നന്നാക്കി തരണേ റഹ്മാനെ. പുണ്യകർമ്മങ്ങളോട് താല്പര്യമുള്ള, തിന്മകളോട് വെറുപ്പുള്ള നല്ല ഹൃദയം നൽകണേ അല്ലാഹ്. റമളാനിൽ ഞങ്ങൾക്ക് നീ നല്ല ആരോഗ്യവും ഈമാനിക കരുത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. രോഗവും ക്ഷീണവും നിന്ന് തളർത്തല്ല അല്ലാഹ്. ആഫിയത്ത് ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഞങ്ങളുടെ നേതാക്കൾ, സഹപ്രവർത്തകർ എല്ലാവരുടെയും സർവ്വരോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്ന ആളുകളുണ്ട്, നീ എളുപ്പത്തിൽ ശിഫ നൽകണേ അല്ലാഹ്. കിഡ്നി രോഗികൾക്ക് ശമനം നൽകണേ അല്ലാഹ്. വയറിന് അസുഖമുള്ളവർക്ക് സുഖം നൽകണേ അല്ലാഹ്. ശരീരത്തിന്റെ വിവിധ കെണിപ്പുകളിൽ വേദനയുള്ളവരുണ്ട്, നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്താണ് ഏറ്റവും വലിയ ഐശ്വര്യമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. ആരോഗ്യം തന്ന് സഹായിക്കണേ റഹ്മാനെ. കുടുംബങ്ങളിലും സന്താനങ്ങൾക്കിടയിലും സ്നേഹവും യോജിപ്പും നിലനിർത്തി തരണേ അല്ലാഹ്. ഭിന്നിച്ചു നിൽക്കുന്നവരെ ഐക്യപ്പെടുത്തണേ റഹ്മാനെ. ദുസ്വഭാവമുള്ളവരെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടങ്ങൾ, സ്ഥാപനങ്ങളും മജ്‌ലിസുകൾ, സംഘടനകൾ, സംരംഭങ്ങൾ എല്ലാം നീ ബറക്കത്തുള്ളതാക്കി തരണേ അല്ലാഹ്. അർഹമുർ-റാഹിമീനായ റബ്ബേ, ഹജ്ജും ഉംറയും സിയാറത്തും ആഗ്രഹിച്ചവരുണ്ട്. ഈ വർഷം തന്നെ നീ അവർക്കതിന് തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ അവർക്കും ഞങ്ങൾക്കും ഒരുപാട് തവണ പുണ്യഭൂമിയിലെത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളാക്കിയ മാതാപിതാക്കൾ, ഉസ്താദുമാർ പലരും മരണപ്പെട്ടുപോയി. പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഉപ്പമാര്, ഉമ്മമാര്, സഹകരിച്ചവർ എല്ലാവരുടെയും ഖബർ നീ റാഹത്തിലാക്കണേ അല്ലാഹ്.
എന്ത് പ്രയാസമുണ്ടെങ്കിലും നീ അകറ്റിക്കൊടുക്കണേ റഹ്മാനെ. റബ്ബേ അഹ്ലു സുന്നത്തി വൽ ജമാഅ ജനകോടികൾ ജീവിച്ച് കടന്നുപോയ സുതാര്യമായ വഴിയാണ്. ആ വഴിയിൽ ഞങ്ങളെയും സന്താന പരമ്പരകളെയും ഖിയാമത്ത് നാൾ വരെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. വഴി പിരിഞ്ഞു പോയവരെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നീ തിരിച്ചെത്തിക്കണേ റഹ്മാനെ. റബ്ബേ അവസാനം ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഖബറിലും മഹ്ശറിലും നീ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ വിരുന്നും ശഫാഅത്തും നൽകണേ അല്ലാഹ്. അവിടുത്തെ പിന്നിലായി കുടുംബസമേതം ഞങ്ങളെ എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാനെ. നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ വിമോചിപ്പിക്കണേ അല്ലാഹ്. സ്വർഗവാസികൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നിന്റെ വജ്ഹ് കാണുന്ന സമയത്താണ്. അതിനുള്ള സൗഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്കൊക്കെയും നീ നൽകണേ റഹ്മാനെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.